ഹറക്കത്തിനകത്ത് അറബി വാക്യം വായിക്കാനറിയോ? ബാക്കി പിന്നല്ലേ, അതീത് മനപ്പാടുള്ളത് പിന്നല്ലേ. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് അങ്ങനെയുള്ള മുജാഹിദ് മൗലവിമാരാണ് ഇതിനെതിരെ തിരിയുന്നത്. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. നിങ്ങൾ ചിന്തിക്കണം, ആരാണ് അവരൊക്കെ? അവർ വഫാത്തായപ്പോ നിങ്ങൾ അറിയോ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അത്തൗഹീദ് മാസിക എന്റെ കൈവശമുണ്ട്. അതിൽ പറഞ്ഞതെന്താ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ വഫാത്തായപ്പോ 8 ലക്ഷം പുരുഷന്മാര് മയ്യത്ത് ജനാസയിൽ പങ്കെടുത്തു. സുബ്ഹാനല്ലാഹ്. ഈ കാലല്ല, അന്നത്തെ കാലം. 8 ലക്ഷം ആളുകൾ, വിശ്വാസികൾ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബലിന്റെ ജനാസയിൽ പങ്കെടുത്തു എന്ന് ഞാൻ പറയല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാസിക അത്തൗഹീദ് മാസികയാണിത്. അത്ര വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ. ആ അഹ്മദ് ബിൻ ഹംബൽ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മഹാൻ പറയുന്നു, ഹജ്ജത്തു 5 ഹിജ്ജിൻ, ഞാൻ 5 തവണ ഹജ്ജ് ചെയ്തു. 5 തവണ ഞാൻ ഹജ്ജ് ചെയ്തപ്പോഴും ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാൻ ബഗ്ദാദിൽ നിന്നാണ് ഹജ്ജിന് പോകുന്നത്. അവിടുന്ന് ഹജ്ജിന് പോകുമ്പോൾ മിൻഹാ സലാസുൻ റാജിലൻ, 3 പ്രാവശ്യം ഞാൻ നടന്നുകൊണ്ടാണ് ഹജ്ജിന് പോകുന്നത്, 2 പ്രാവശ്യം വാഹനത്തിലുമാണ്. അങ്ങനെ ഞാൻ ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു യാത്രയിൽ ഞാൻ വഴി പിഴച്ചു. മഹാൻ പറയാണ്, ഹജ്ജിന് നടന്നങ്ങനെ പോകുമ്പോ ഇന്നത്തെ പോലെ സംവിധാനമൊന്നും ഇല്ലല്ലോ, മുംബൈയിലും ഇല്ല. അതുപോലെ യാത്ര ഇനി കോഴിക്കോട്ടേക്ക് അങ്ങോട്ട്, കന്യാകുമാരിയിൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുള്ള അടയാളങ്ങളും ചിഹ്നങ്ങളും ഒന്നും ഇല്ലാത്ത കാലാണ്. വഴി പിഴച്ചു. വഴി പിഴച്ചപ്പോ ഞാൻ പറഞ്ഞു, ആരാ പറയുന്നത്? അഹ്മദ് ബിൻ ഹംബൽ. ഖുർആൻ അറിയാത്തവരല്ലോ, 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതൻ. ആ അഹ്മദ് ബിൻ ഹംബൽ പറയുന്നു, ഞാൻ പറഞ്ഞു ഈ ഹദീസ് അനുസരിച്ച്, എന്ത്? യാ ഇബാദല്ലാഹി ദുല്ലൂനി അല തരീഖ്, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല തരീഖ്. ഓ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, എനിക്ക് നിങ്ങൾ അറിയിച്ചു തരണേ. അല തരീഖ്, എനിക്ക് ഹജ്ജിന് പോകാനുള്ള വഴി എനിക്കറിയുന്നില്ല, ആ വഴി നിങ്ങൾ അറിയിച്ചു തരണേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറയാൻ തുടങ്ങി. ഫലം അസൽ അഖൂലു ദാലിക, ഞാനിതിങ്ങനെ പറയാൻ തുടങ്ങി. പലപ്പോഴായി ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹത്താ വഖഫ്തു അല തരീഖ്, അങ്ങനെ എനിക്ക് വഴി അറിയാൻ കഴിഞ്ഞു. ആരാത് പറയുന്നത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണ്. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള മദ്ഹബിന്റെ ഇമാം, ഇബ്നു തൈമിയ്യത്ത് എന്ന ഇമാമായി അംഗീകരിച്ച വ്യക്തി. നിങ്ങൾ ഓർക്കണം. അപ്പോ വഴിയിൽ ആളുകൾ ഉള്ളേടത്തുള്ള കഥയല്ല. ലൈസ ബിഹാ അനീസുൻ, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അവിടെ വേറൊരാളും സഹായിക്കാനുമില്ല. ആ സന്ദർഭത്തിലാണ് ഇത് പറയേണ്ടത് എന്നുവരെ ഹദീസിൽ കാണാം. സഹോദരന്മാരെ, അപ്പൊ പരിസരത്ത് ആളുള്ളേടത്തല്ല ഈ പറയുന്നത്, ഇല്ലാത്തിടത്ത് തന്നെ ആളുകൾ മഹാത്മാക്കളെ സഹായം തേടുന്നു. തേടണമെന്ന് ആരംഭ റസൂൽ നിർദ്ദേശിക്കുന്നു, അതനുസരിച്ച് തേടുന്നു. അഹ്മദ് ബിൻ ഹംബൽ തേടുന്നു. അഹ്മദ് ബിൻ ഹംബൽ മാത്രമല്ല, നിങ്ങൾക്കറിയോ, ഇത് ഇമാം നവവിയുടെ അൽ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഈ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നത് നോക്ക് നിങ്ങൾ. ബാബുമാ യഖൂലു ഇദം ഫലതത് ദാബത്തുഹു, യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോ, ഇന്നത്തെ പോലെ കാറും ബസ്സുമല്ലല്ലോ അന്ന് ഒട്ടകമാണ്, കുതിരയാണ്, കഴുതയാണ്. യാത്രയിൽ അവൻ വിശ്രമിക്കാൻ ഇരിക്കുമ്പോ ആ വാഹനം, അതായത് ഒട്ടകം, കഴുത, മൃഗങ്ങൾ ഓടിപ്പോയാൽ എന്തു ചെയ്യണം എന്ന് വിശദീകരിക്കുന്ന അധ്യായം. അതിൽ ഇമാം നവവി രേഖപ്പെടുത്തി വെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഹദീസ്, ഇദം ഫലതതു ദാബത്തു അഹദികും ബിഅർളി ഫലാത്തിൻ, ഒരു വിജനമായ പ്രദേശം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അവിടെ ആളില്ലാത്തോടത്താണ്. ഇനി ആളുണ്ടെന്ന് ദുർവ്യാഖ്യാനിക്കണ്ട. ആളില്ല, ആരും സഹായിക്കാറുമില്ല. അവിടെ വെച്ച് ഫൽയുനാദി, അവൻ വിളിച്ചു പറയണം, യാ ഇബാദല്ലാഹി ഇഹ്ബിസു, യാ ഇബാദല്ലാഹി ഇഹ്ബിസു, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, എന്റെ വാഹനം നഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളൊന്ന് ബന്ദ് ചെയ്യണേ, ഒന്ന് പിടിച്ചു വെക്കണേ എന്ന് പറയണം. എന്നിട്ട് നോക്ക് നിങ്ങൾ, വിശദീകരിക്കുന്നില്ല ഞാൻ. ഉൽത്തു ഇമാം നവവി പറയുകയാണ്, ഹക്കാലി ബാദു ശുയൂഖിനൽ കിബാരി ഫിൽ ഇൽമി അന്നഹു ഇൻഫലതതു ലഹു ദാബത്തുൻ. ഇമാം നവവി പറയുകയാണ്, എന്റെ ഉസ്താദുമാരിൽപ്പെട്ട ചില ആളുകളുടെ വാഹനം നഷ്ടപ്പെട്ടു. ആ സന്ദർഭത്തിൽ വകാന യഅരിഫു ഹാദൽ ഹദീസ, ഈ ഹദീസിന്റെ ആ ഉസ്താദിനെ അറിഞ്ഞിരുന്നു. അപ്പൊ ഫഖാലഹു, ഉസ്താദ് ഈ വാഹനം നഷ്ടപ്പെട്ടപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു, യാ ഇബാദല്ലാഹി ഇഹ്ബിസു, യാ ഇബാദല്ലാഹി ഇഹ്ബിസു എന്നിങ്ങനെ പറഞ്ഞു. ഫഹബിസഹല്ലാഹു അലൈഹിം ഫിൽ ഹാലി, അവർക്ക് ആ നഷ്ടപ്പെട്ട വാഹനം തിരിച്ചു കിട്ടി.
ആരാത് പറയുന്നത്? ഇമാം നവവിയുടെ ഉസ്താദ് പറയുകയാണ്. നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾ പറയുന്നതനുസരിച്ച് ഇവരാരായി? അഹ്മദ് ബിൻ ഹംബൽ മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും, ഇമാം നവവി മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും, നവവി ഇമാമിന്റെ ഉസ്താദ് മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞില്ല, നവവി ഇമാം എന്ന് പറയുന്നു വകുന്തു അന മർറത്തൻ മാ ജമാഅത്തിൻ, ഞാൻ ഒരു സംഘം യാത്രയിൽ പോവുകയായിരുന്നു, ഒരു സംഘത്തോടൊപ്പം. ഫംഫലത്തത്ത് മിൻഹാ ബഹീമത്തുൻ, ഞങ്ങളുടെ സംഘത്തിൽപ്പെട്ട ഒരു വാഹനം നഷ്ടപ്പെട്ടു. അജസു അന്ന, അതിനെ തിരിച്ചു കിട്ടാൻ ഒരു മാർഗവുമില്ല, എല്ലാവരും കൂടി തെരയാ. ഉൽത്തുഹു, ഇമാം നവവി പറയാൻ ഞാനിത് പറഞ്ഞു. ഏത്? യാ ഇബാദല്ലാഹി യഹ്ദിസുഹു, യാ ഇബാദല്ലാഹി യഹ്ദിസു എന്ന് ഞാനിങ്ങനെ പറയാൻ തുടങ്ങി. വഖഫത്ത് ഫിൽ ഹാലി, ഞാനിതങ്ങ് പറഞ്ഞപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന പിടുത്തം കിട്ടാത്ത മൃഗം അവിടെ തൽക്ഷണം അവിടെ നിന്നു. ബിഗൈരി സബബിൻ സിവാ ഹാദൽ കലാം, ഇതല്ലാത്ത മറ്റൊരു കാരണവും അവിടെ ഉണ്ടായിട്ടില്ല. പറയുന്നത് ആരാ? ഇമാം നവവി. ഇതര 676 വഫാത്തായ പണ്ഡിതൻ, ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് വെള്ളി നക്ഷത്രമായി പ്രശോഭിച്ച പണ്ഡിതൻ, സുന്നികൾക്കും മുജാഹിദുകൾക്കും തർക്കമില്ലാത്ത പണ്ഡിതൻ, ഇമാം നവവിയുടെ വിശ്രുതമായ അൽ അദ്കാർ എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് അപ്പൊ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ലോകം കണ്ട ഇമാമുകൾ, ലക്ഷക്കണക്കായ ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാമുകൾ ഈ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതും ചെയ്തതും മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഖുർആനിലുള്ള തെളിവ് ഞാൻ പറഞ്ഞു, ഹദീസിലുള്ള തെളിവ് പറഞ്ഞു. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കായ ഹദീസ് പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളതും ഞാൻ പറഞ്ഞു. അവരൊക്കെ പഠിപ്പിച്ച തൗഹീദ്, ആ തൗഹീദ മുസ്ലിമീങ്ങൾ നടപ്പിലാക്കുന്ന തൗഹീദ്. അത് ശിർക്കാണെന്ന വാദം ഇല്ല, ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല. ഒരൊറ്റ ഖുർആനിൽ കാണാൻ കഴിയില്ല, ഖുർആനിന്റെ ഒരായത്തിലും കാണാൻ കഴിയില്ല, ഒരൊറ്റ ഹദീസിലും കാണാൻ കഴിയില്ല, ഒരൊറ്റ പണ്ഡിതോദ്ധരണിയിലും കാണാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഇബ്നു തൈമിയ എന്ന് പറയുന്ന മനുഷ്യൻ ഹിജ്റ 728 വഫാത്തായ ആ മനുഷ്യൻ വരുന്നതിന് മുൻപ് ലോകത്തൊരാളും ഇല്ല ഇത് ശിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടേ ഇല്ല. അങ്ങനെ ആ പൂർവീകരുടെ പാരമ്പര്യമില്ലാത്ത, ഖുർആനിന്റെ പിന്തുണയില്ലാത്ത, ഹദീസിന്റെ പാരമ്പര്യമില്ലാത്ത ഒരു വാദമാണ് നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളാരും അതിൽ വഞ്ചിതരാവരുത് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഉസ്താദ് ഇവിടെ ഒരു ഹദീസ് ഉദ്ധരിച്ചു, അതിന്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടുപോയ മഹാന്മാരെ വിളിച്ചു തേടാം, അതിൽ ശിർക്കില്ല കുഫറില്ല എന്നും പറഞ്ഞു. പക്ഷെ ഈ ഹദീസിൽ പറയുന്നത്, നേരത്തെ ഉസ്താദ് പറഞ്ഞു വിജനമായ പ്രദേശത്താണ്, അതുകൊണ്ട് പിന്നെ വിജനമായ പ്രദേശത്ത് ആളുണ്ടാവില്ലല്ലോ, അപ്പൊ അവിടെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മരണപ്പെട്ടവരെയാണ് എന്നത് ഉസ്താദിന്റെ കണ്ടുപിടുത്തമാണ്. മറിച്ച് മഹാന്മാരെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ മഹാന്മാരെ എന്നല്ല, അള്ളാഹുവിന്റെ ദാസന്മാരെ എന്നാണ്. എല്ലാവരും അതിൽപ്പെടും. അപ്പൊ ജനമുള്ള പ്രദേശത്ത് വഴി അറിയാതെ ഗുണം കഴിഞ്ഞാൽ ഉള്ള ആളുകളടുത്ത് ചോദിച്ചാൽ മതി. കാണാതാവുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കാം, അള്ളാഹു ദാസന്മാർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഈ പരിസരം എന്നെ സഹായിക്കാൻ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡ്. അതല്ലാതെ ഉസ്താദ് പറഞ്ഞ നിലയ്ക്കാണെങ്കിൽ ഇതുപോലെ ധാരാളക്കണക്കിനുള്ള സിയാറത്ത് ടൂറുകളും മറ്റുമൊക്കെ വിവിധ പള്ളികളിലേക്ക് സ്വഹാബികളും പ്രവാചകൻ നടത്തണമായിരുന്നു. അങ്ങനെ നടത്തിയ ഒറ്റ തെളിവ് പോലും ഉസ്താദ് ഉദ്ധരിച്ചില്ലെന്ന് മാത്രമല്ല, ഈ ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് ചോദിക്കുവാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ചോദിച്ചിട്ടുണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ബോധ്യപ്പെടുമ്പോൾ അതിനനുസരിച്ച് മാറി മാറി വരുന്നുണ്ട്. അതന്നെയാണ് ഞങ്ങളെ ഈ മുഖാമുഖം കൊണ്ട് ലക്ഷ്യമാക്കുന്നതും. അതൊക്കെ മാറ്റം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. എന്താ? ഒന്നാമത് ഖുർആനിൽ പറഞ്ഞു സഹായിക്കും, മഹാത്മാക്കൾ സഹായിക്കും, അവരോട് സഹായം തേടാം എന്നതിനുള്ള ആയത്ത് ഞാൻ ഓതി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ആയത്ത് പോലെ റസൂല് ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്ന്. റസൂലുള്ള പറഞ്ഞത് ഞാൻ ഇവിടെ ഉദ്ധരിച്ചു. ഇത് ഉദ്ധരിച്ചപ്പോ അയാൾ പറഞ്ഞു ഇത് അടുത്തുള്ള ആൾക്കാരോട് ചോദിക്കുന്നതിനെ പറ്റിയാണ്. അപ്പൊ ഞാൻ അതിന് ഉദ്ധരിച്ചു. അടുത്തുള്ള ആളുകൾ ഇല്ലാത്തിടത്ത് ചോദിക്കുന്നതിന് തന്നെയാണ് പറഞ്ഞത്. ആളുകൾ പരിസരത്ത് ഉള്ള ആളുകളോട്, കാണുന്ന ആളുകളോട് ചോദിക്കുന്നതിനുള്ള തെളിവല്ല എന്നതിനാണ് സഹോദര ഞാനത് പറഞ്ഞത്. എന്നിട്ട് ഞാൻ വിശദീകരിച്ചു ഷൗക്കാനി. ആ ഷൗക്കാനിയുടെ ഉദ്ധരണിയിൽ പറഞ്ഞതെന്താ? ബിമൻ ലാ യറാഹുമുൽ ഇൻസാൻ, മനുഷ്യൻ കാണാത്ത ശക്തികൾ. അല്ലേ? മഹാത്മാക്കളെ മനുഷ്യൻ കാണുന്നില്ല. റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കൽ ചെന്നാൽ റസൂലിനെ നമ്മൾ കാണുന്നില്ല, കാണാത്ത ശക്തിയാണ്.
അതുപോലെ തന്നെ ബദരീങ്ങൾ അല്ലെങ്കിൽ ഉഹദീങ്ങൾ, ഏത് മഹാത്മാവ് എടുത്തോളൂ, ഇനി മലായിക്കത്തുകൾ എടുത്തോളൂ, നമ്മൾ കാണുന്നില്ല. സ്വാലിഹുകളായ ജിന്നുകൾ എടുത്തോളൂ, നമ്മൾ കാണുന്നില്ല. കാണാത്തവരെ വിളിച്ചു തേടുന്നതിനുള്ളതാണ്. അത് അല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്റെ വക പറഞ്ഞതല്ലല്ലോ. നിങ്ങൾക്ക് അറബി അറിയുമെങ്കിൽ ഇതാ ഷൗക്കാരിയുടെ ഗ്രന്ഥം ഞാൻ കയ്യിൽ തരാ, നോക്കിക്കോളൂ. ഞാൻ ഈ പറഞ്ഞതിന് എതിരിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദ്ധരിക്കാം സഹോദര. നിങ്ങൾ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ പറയുന്നത് അങ്ങനെയാണ് എന്നാ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്നല്ല, ഹദീസ് അറിയുന്ന പണ്ഡിതന്മാരെന്ത് പറഞ്ഞു എന്നാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം. നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. നിങ്ങൾ പറയാൻ, നിങ്ങൾ ഇസ്ലാമിൽ ആരാണെന്ന് പറയാൻ ആധികാരികമായിട്ടാരാ? ഇല്ലല്ലോ. ഹദീസ് പറഞ്ഞ് വിശദീകരിക്കേണ്ടവർ പണ്ഡിതന്മാരാണ്. അതനുസരിച്ച് അമൽ ചെയ്യുന്നവർ, പ്രവർത്തിക്കുന്നവർ പണ്ഡിതന്മാരാണ്. അവർ പഠിപ്പിക്കുന്നു. മനുഷ്യൻ കണ്ണുകൊണ്ട് കാണാത്ത ആളുകൾ മഹാത്മാക്കൾ. പിന്നെ നിങ്ങൾ പറഞ്ഞു യാ ഇബാദല്ലാഹി എന്ന് പറഞ്ഞ, ഇബാദല്ലാഹി എന്ന് പറഞ്ഞ അള്ളാന്റെ അടിമകൾ എന്നാണ്, മഹാത്മാക്കൾ എന്ന് കിട്ടൂല. അത് നിങ്ങൾക്ക് അറബി വ്യാകരണം വേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ഇലാഫത്ത്, രണ്ട് ഇലാഫത്തിന്റെ ഇബാദ് എന്ന പദത്തിനെ അള്ളാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ തെശ്രീഫിന്റെ ഇലാഫത്ത് എന്ന് പറയും. ആ തെശ്രീഫിന്റെ ഇലാഫത്തിൽപ്പെട്ടതാണത്. തെശ്രീഫിന്റെ ഇലാഫത്ത് നോക്കിയാൽ അർത്ഥം വരിക എന്നതെന്താ? യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, മഹാത്മാക്കളെ എന്നാണ്. സാധാരണ തെശ്രീഫ് ഇല്ലാതെ അർത്ഥം വെക്കുമ്പോഴാ യാ ഇബാദല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാന്റെ അടിമകളെ എന്ന്, കേവലം അടിമകളെ എന്ന അർത്ഥം കിട്ടല്. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തല്ല, അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അറിയാത്ത കാര്യം ചോദിച്ചു പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇല്ല എന്ന് നിഷേധിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഷൗക്കാനിയുടെ ഗ്രന്ഥം നിങ്ങൾക്ക് അറിയുമെങ്കിൽ, വായിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നൽകാം. ഇത് അടുത്ത ആളുള്ളവരെ കുറിച്ച് പറയുന്നത് അല്ല. നിങ്ങൾ കഥ അറിയാതെ പറയുകയാണ്. മഹാത്മാക്കൾ, മലക്കുകൾ, അതുപോലെ തന്നെ ജിന്നുകൾ, ആ മഹാത്മാക്കൾ അവരൊന്നും നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നവരല്ലല്ലോ. അവരോടൊക്കെ സഹായം ചോദിക്കാം. മഹാത്മാക്കളോട് സഹായം ചോദിക്കാം. ബിമൻ ലാ യറാഹുൽ ഇൻസാൻ, മനുഷ്യൻ കാണാത്തവർ, അവരോട് തേടാം എന്നാണ് ഷൗക്കാനി വരെ പറയുന്നത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഞാനിവിടെ തെളിവ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു വിഷയം സ്ഥിരപ്പെടണമെങ്കിൽ ഖുർആനിൽ പറയണം, അതിന്റെ പുറമെ റസൂൽ പറയണം, അതിന്റെ മുമ്പ് റസൂൽ ചെയ്യും വേണം, അത് കേട്ടിട്ട് പിന്നെ സഹാബികൾ യാത്ര പോകും വേണം, പിന്നെ സിദ്ദീഖുൽ അക്ബർ. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ പ്രമാണങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നുകൊണ്ട് സ്ഥിരപ്പെട്ടാൽ മതി. ഖുർആനിലുണ്ടോ? മതി, വിഷയം സ്ഥിരപ്പെട്ടു. ഹദീസിലുണ്ടോ? സ്ഥിരപ്പെട്ടു. അതുപോലെ ഇജ്മായിലുണ്ടോ? സ്ഥിരപ്പെട്ടു. ഈ ഖിയാസിലുണ്ടോ? മതി. ഇതല്ലാതെ അതിന് പുറമെ അത് പറഞ്ഞപ്പോ അതിന്റെ അതുപോലെ മറ്റൊരു വേണം, അത് പറഞ്ഞ അതുപോലെ ഇതും വേണം. ഇനി സിദ്ദീഖുൽ അക്ബർ ഇങ്ങനെ ടൂർ പോയിട്ടുണ്ടോ? അതും വേണം. അതൊക്കെ ഒരു അർത്ഥശൂന്യമായ, അതൊക്കെ കുട്ടികളോട് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ച് ഒരു കഥയുമില്ലാത്ത സാധാരണ സാധു മുജാഹിദുകൾ ഉണ്ടാവും. അവരോടൊക്കെ പറയേണ്ട വാക്കാണ്. വിവരമുള്ള പണ്ഡിതന്മാരോട് അത്തരം ദുർന്യായങ്ങൾ പറയരുത്. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പ്രമാണം സ്ഥിരപ്പെടാൻ ഏതെങ്കിലും ഒന്നു മതി. ഇതൊരു ബാലപാടാണ്. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളത് പഠിക്കണം എന്നാണ് വളരെ വിനയപുരസ്സരം നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. എന്റെ പേര് സിദ്ദീഖ്, ഞാൻ വള്ളക്കടവിൽ നിന്ന് വരികയാണ്. ചോദ്യത്തിന് മുമ്പ് മറ്റൊരു ചോദ്യമുണ്ട്. ഇവിടെ മുഖാമുഖം തുടങ്ങുന്നതിന് മുൻപ് ഇവിടെ ആമുഖം പ്രഭാഷിച്ച ആൾ പറയുകയുണ്ടായി, ഈ മുഖാമുഖത്തിന് മുൻപ് മജസ്റ്റിക് ഹാളിൽ മുജാഹിദ് പ്രസ്ഥാനം മുഖാമുഖം നടത്തുകയുണ്ടായി. അതിൽ സുന്നികൾക്ക് ഒന്നാമത് പറഞ്ഞ പച്ചക്കളവാണത്. സുന്നികൾക്ക് അനുവാദം, ഇത് ചോദ്യം ചോദിക്കുന്ന അവസരം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ പച്ചക്കളവാണ്. രണ്ടാമത്തത്, അവിടെ ഇത് അവസരം ഓരോ കൂപ്പൺ എന്തോ ഇതുപോലെയാണ് കൊടുക്കുന്ന പറഞ്ഞാൽ അതും പച്ചക്കളവാണ്. അവിടെ മടവൂരികൾ പല വിഭാഗക്കാരും തബ്ലീഗ് ജമാഅത്ത് അടക്കം പലരും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അവയിൽ ആരും, സുന്നികൾ ആരും തന്നെ അവിടെ വന്നിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ. അത് പറഞ്ഞത് തന്നെ പച്ചക്കളവാണ്. ഇനി എന്റെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അതിന് മറുപടി പറഞ്ഞിട്ട് ചോദ്യത്തിലേക്ക് കിടക്കാം. മെജസ്റ്റിക് എന്നിവിടെ പറഞ്ഞിട്ടില്ല, ഭാഗ്യമാല ഓഡിറ്റോറിയം എന്നാണ് പറഞ്ഞത്. ഭാഗ്യമാല ഓഡിറ്റോറിയത്തിൽ ചോദ്യം ചോദിക്കാൻ പോയ ഒരാള് നജീബ് സക്കാഫി പൂവച്ചൽ, മറ്റൊരാള് പൊന്നാനിപ്പള്ളിയിലെ മുദരിസായ ജയ്ഫർ കാമിൽ സക്കാഫിയാൻ അസ്ഹരി, വിനീതനായ ഞാനും ഇപ്പോൾ ചെറുവത്തൂർ പള്ളി, കാസർഗോഡ് ചെറുവത്തൂർ പള്ളിയിൽ ഖത്തീബായിരിക്കുന്ന, അന്ന് ഞങ്ങളൊന്നും സക്കാഫികളല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഭാഗ്യമാല ഓഡിറ്റോറിയത്തിൽ പോയി. അപ്പൊ ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ പോയപ്പോ ഞങ്ങളെ മനസ്സിലാക്കി. ഞാനപ്പോ അബ്ദുറഹ്മാൻ സലഫിയെ കണ്ടിരുന്നു, മുജാഹിദ് വാലിശ്ശേരിയെ കണ്ടിരുന്നു. ഞങ്ങളൊക്കെ ചോദ്യം ചോദിക്കാൻ വന്നിട്ടുണ്ട്, അവസരം തരണമെന്ന് പറയുകയും ചെയ്തു. അപ്പോ ഞങ്ങളെ കണ്ട് മനസ്സിലാക്കിയ മുജാഹിദുകള് 5 കസേര ഇട്ടു. 5 കസേരയിൽ 5 ടോക്കൺ കൊടുത്തു. ഒന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഭീമാപ്പള്ളി അസനാർ മുസ്ലിയാരുടെ ജ്യേഷ്ഠൻ
അദ്ദേഹം ഒരു മുജാഹിദാണ്, അദ്ദേഹത്തിനാണ് ഒന്നാമത് ടോക്കൺ കൊടുത്തത്. ഇതുപോലെ 5 പേരെ ഇരുത്തിയിരുന്നു, 5 പേര് മുജാഹിദീങ്ങൾ. എന്നിട്ട് ഞങ്ങള് ജമ്മും കസറുമാക്കി. ഞാനന്ന് മലപ്പുറത്താണല്ലോ പഠിക്കുന്നത്, അല്ല മർക്കസിലാണ് പഠിക്കുന്നത്. അപ്പൊ ഞങ്ങള് തക്തീമിന്റെ ജമ്മാക്കി നിൽക്കുന്ന കാര്യം പാവപ്പെട്ട ഈ മുജാഹിദീങ്ങൾ അറിഞ്ഞില്ല. അസറിന് ഗ്യാപ്പ് കിട്ടിയപ്പോ ഞങ്ങൾ എന്ത് ചെയ്ത് ആ കസേര കയറി ഞങ്ങളിരുന്നു. അപ്പൊ ഞങ്ങൾ ഇരുന്നത് മനസ്സിലാക്കിയ മുജാഹിദുകൾ പിന്നീട് ഈ ടോക്കൺ പാടിപ്പോയി. പിന്നെ ഞങ്ങളെ കയ്യിൽ മൈക്കായി. ആദ്യം ജഫർ സക്കാഫി ചോദ്യം ചോദിച്ചു. അന്ന് സക്കാഫി അല്ല, പ്രത്യേകം ഓർക്കണം. ചോദ്യം ചോദിച്ചപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന് അദ്ദേഹം സുബൈർ സക്കാഫിയാണ് 32 തഫ്സീറുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അബ്ദുറഹ്മാൻ സലഫിയുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, നിങ്ങൾ ഓതിയ അള്ളാഹുവിന്റെ ഔലിയാക്കളോട് സഹായാർത്ഥന നടത്താൻ പാടില്ല എന്നതിന് നിങ്ങൾ ഓതിയ ഈ ആയത്തിന് നിങ്ങൾ പറഞ്ഞ അർത്ഥമില്ല. 36 തഫ്സീറുകളിൽ ഇതാ ഞാൻ പറഞ്ഞ അർത്ഥമുണ്ടെന്ന് പറയുകയും അബ്ദുറഹ്മാൻ സലഫി 40 മിനിറ്റ് അതിന് മറുപടി പറഞ്ഞു. മഗ്‌രിബ് എടുക്കണമല്ലോ, പിടിച്ചു നിൽക്കണമല്ലോ. അങ്ങനെ പറഞ്ഞതിന് ശേഷം സുബൈർ സക്കാഫിക്ക് മൈക്ക് കൈമാറിയില്ല. അപ്പോ നമ്മുടെ സംഘടനാ പ്രവർത്തകര് പ്രശ്നം എന്ന് പറഞ്ഞാൽ അടിയല്ല ഉണ്ടാക്കി. അവസരം തരൂ എന്ന് പറഞ്ഞാണല്ലോ വന്നത്. അങ്ങനെ അവസരം തരൂ എന്ന് പറഞ്ഞു. അപ്പൊ സുബൈർ സക്കാഫിക്ക് രണ്ടാമത് മൈക്ക് കൊടുത്ത ഉടനെ തന്നെ ബലമായി മൈക്ക് പിടിച്ചു വാങ്ങിയതിന് ശേഷം അവിടെ ഒരു മുജാഹിദുകാരൻ ഭീമാപ്പള്ളിയിലെ യൂത്ത് ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയായ അദ്ദേഹത്തിന്റെ പേരെന്താണ്, ഫാറൂഖിനെ വയറ്റത്ത് ചവിട്ടി മുജാഹിദുകാരൻ. അങ്ങനെ പോലീസ് ഇടപെട്ട ഉടനെ തന്നെ പ്രശ്നം രൂക്ഷമായി. അപ്പോ ഞാന് മർക്കസിൽ തന്നെ പഠിക്കാൻ തീരുമാനിച്ച ആളായിരുന്നു. പക്ഷെ മർക്കസിൽ നിന്ന് ഈജിപ്തിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കൺഫേം ആക്കി വെച്ചിരിക്കുന്നവരാണ് മറ്റുള്ള ആളുകൾ. അപ്പൊ ഓലെ ടിക്കറ്റ് മുടങ്ങിപ്പോവും കേസ് വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ഞങ്ങൾക്ക് സമാധാനത്തോട് ചോദ്യം ചോദിക്കാൻ അവസരം തരുമോ? അങ്ങനെ പോലീസുകാർ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് വിട്ടുപോകണം എന്നാണ്. ആ പോലീസുകാരെ നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോകണം എന്നാണ് ഇത് സംഘടിപ്പിച്ച സംഘാടക സമിതി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ 6 പേര് ഭാഗ്യമാല ഓഡിറ്റോറിയത്തിന് ഇറങ്ങിയത്. അതിനുശേഷം പിന്നെ മുജാഹിദായി. അതുകൊണ്ട് കഥയറിയാതെ സംസാരിക്കരുത് സുഹൃത്തെ. ബാക്കി പിന്നെ നിങ്ങൾ ഈ വെട്ടിപ്പും തട്ടിപ്പൊക്കെ ഞാൻ പറഞ്ഞ സ്ഥലം മജസിക്കാണ്, താങ്കൾ പറഞ്ഞ വേറൊരു സ്ഥലമാണ്. അത് എനിക്ക് അബദ്ധം പറ്റിയതാണ്, എനിക്ക് തെറ്റുപറ്റിയതാണ്. സ്ഥലം മാറിപ്പോയി. അൽഹംദുലില്ലാ. ഏതായാലും ഖുർആൻ വരെ തിരുത്തിയ വ്യക്തിയുടെ മുൻപിൽ ഇത്രയും വലിയ ചെറിയ തെറ്റാണ് ഞാനും ചെയ്തത്. അത്രയ്ക്ക് വരില്ല. ഖുർആൻ തിരുത്തിയിട്ടൊന്നുമില്ല. വെറുതെ ആവശ്യമില്ലാത്ത കളവ് പറയുന്നത് മുഖത്ത് നോക്കിയിട്ട് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോ. പച്ച കള്ളാണ് നിങ്ങൾ പറഞ്ഞു, ഖുർആൻ തിരുത്തിയിട്ടില്ല. പോർന്ന് അടുത്ത ചോദ്യം ചോദിക്ക്. നോണ പറയേ, മുഖത്ത് നോക്കി ഖുർആൻ തിരുത്തിയത് ഞങ്ങളാ. നിങ്ങൾ നോണ പറയുന്നത്. എവിടെ ഖുർആൻ തിരുത്തിയത്? ചോദ്യത്തിലേക്ക് കടക്ക്. മറുപടി പ്രഭാഷണം കാണാനും ചിരിച്ചോടായി നമ്മൾ നിങ്ങൾ ചോദിക്കും. ഉമ്മച്ച കാക്കണേ, ആര് ഭീമാപള്ളി ഉമ്മച്ച കാക്കണേ, കല്ലടി ബാബ രക്ഷിക്കണേ, മുഹ്യദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണെന്ന് ഫത്വ പുറപ്പെടുവിച്ച സുന്നി പണ്ഡിതന്മാർ നിങ്ങൾക്കിടയിലുണ്ട്. അത് നിങ്ങളുടെ വാദമാണ്. ഇതിന് ഇസ്ലാമിനെ സംബന്ധിച്ച് ഖുർആനിലെ ഹദീസിലും തെളിവുണ്ട് എന്നാണ് നിങ്ങൾ വാദിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ച് ഖുർആനിൽ ഒരു ഇതുണ്ടെങ്കിൽ വന്നതാണോ? ഞാൻ നേരത്തെ പറഞ്ഞു സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ വാക്യം. അത് കൊടുക്കുക. ഇനി വിശദീകരിച്ചതാണ്. അതുകൊണ്ടാ പറയട്ടെ. ആ വ്യാഖ്യാനത്തിൽ പ്രവാചകൻ ഇത് മരിച്ചുപോയവരെ തേടി എന്നുള്ള സ്വഹാബാക്കളോ പ്രവാചകനോ അതല്ലേ രസം. ഇന്നമാ വലിയുക്കുമുള്ള അർത്ഥം വെക്ക്. നിങ്ങൾക്ക് അർത്ഥം അറിയില്ലെങ്കിൽ ഞാൻ വെച്ചു തരാം. ഇന്നമാ വലിയുക്കും എന്താ അർത്ഥം? ഈ ഖുർആനിലെ പലതും എനിക്ക് അർത്ഥം വയ്ക്കുക. അതനുസരിച്ച് താങ്കളും നീങ്ങേണ്ടി വരും. അതെ, ആ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അർത്ഥം മരിച്ചവരെ കേൾപ്പിക്കാൻ നബിയെ കഴിയില്ല. നേരെ അർത്ഥം വെച്ചാൽ മരിച്ചവരെ കേൾക്കില്ല എന്ന് പറയേണ്ടി വരും നിങ്ങൾ അർത്ഥത്തിൽ. ഇല്ല. ഞങ്ങളത് പറയില്ല. ഞാനതൊക്കെ പഠിച്ചിട്ട് വരില്ലേ. അത് ഞാൻ ആദ്യം അതാണ് വെച്ചു തരാം. എന്നിട്ട് രണ്ടാമത്തെ അർത്ഥം വെക്കാം. ഏത് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല. എടുക്ക് കിതാബ്. എന്താ പറയുന്നത്? ആദ്യം ഇയാൾ പറയുന്നത് മരിച്ചവരെ കേൾപ്പിക്കില്ല. നിങ്ങൾ അർത്ഥം വെക്കും. നിങ്ങളെ സാധുക്കളായ ചോദ്യം സുഹൃത്ത് ശ്രദ്ധിക്കണം. പാവങ്ങളായ നിങ്ങളെ വിവരമില്ലാത്ത മൗലവിമാര് ദുർവ്യാഖ്യാനത്തിൽ പിടിച്ച് കെട്ടിവച്ചിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകുമാറാകട്ടെ. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ പറഞ്ഞ ആയത്തുണ്ടല്ലോ, മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ആയത്ത്. ഏതാത്? ഞാൻ ഓതിത്തരാ. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ ഒരായത്ത്. മറ്റൊരായത്തെന്താ? ഇന്നക ലാ തുസ്മിഉൽ മൗതാ. അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മുജാഹിദ് അർത്ഥം വെക്കും, മരിച്ചവരെ നിങ്ങൾ കേൾപ്പിക്കൂല എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അപ്പൊ മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ലല്ലോ, കേൾക്കൂലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ അവരെ വിളിച്ചു ചോദിക്കുന്നത് എന്നാണ് ഈ സാധു സുഹൃത്ത്
ചോദിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല, നിങ്ങൾക്ക് ഈ ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു തന്ന വിവരമില്ലാത്ത മൗലവിമാരുടെ കാര്യത്തിൽ ഞാൻ സങ്കടപ്പെടുകയാണ്. എന്താണെന്നോ എന്നോ അല്ലെങ്കിൽ ഇന്നക ലാ തുസ്മിഉൽ മൗത എന്നൊക്കെ പറയുന്ന ആയത്തുണ്ടല്ലോ സഹോദരന്മാരെ. ഇതിന്റെ അർത്ഥം എന്താണ്? മരിച്ചവർ കേൾക്കൂല നല്ല സഹോദര. ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ആമുഖം എന്ന പുസ്തകത്തിൽ മദ്ഹബിന്റെ ഇമാമുകളെക്കാളും വലിയ നേതാവെന്ന് കൊട്ടിഘോഷിച്ച വ്യക്തിയാണ് ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ ആരാണെന്ന് നിങ്ങൾക്കറിയോ? മുജാഹിദുകളുടെ വിചിന്തനം എന്റെ കൈവശമുണ്ട്. അതിൽ പറയുന്നത് എന്താ? ഇബ്നു തൈമിയ്യ പറയുന്നത് ശരിയല്ല, വിഷലിപ്തമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖുർആൻ വിഷലിപ്തമാണ് എന്ന് പറയുന്നതിന് സമാനമാണ്. വിചിന്തനമാണ് എന്റെ കയ്യിൽ. ഏത്? ഇബ്നു തൈമിയ്യ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഖുർആൻ ശരിയല്ല എന്നാണ്. അത്രക്ക് ആധികാരിക പണ്ഡിതനാണത്രേ ഇബ്നു തൈമിയ്യ മുജാഹിദുകൾക്ക്. അങ്ങനെയുള്ള ഇബ്നു തൈമിയ്യയുടെ സ്വന്തം ഗ്രന്ഥമാണിത്. ഏതാണിത് ഗ്രന്ഥം? ഈ പറഞ്ഞ മജ്മൂഅത്തുൽ ഫതാവ. മദ്ഹബിന്റെ ഇമാമുകളെക്കാളും വലിയ പണ്ഡിതനാണെന്ന് മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടുള്ള നേതാവാണ് ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യയുടെ സ്വന്തം ഗ്രന്ഥമാണിത്. ഇതിൽ പറയുന്നത് എന്താ? മരിച്ചവർ കേൾക്കുമോ? ചോദ്യമാണ്, ദീർഘചോദ്യമാണ്. ഹലിൽ മയ്യിത്തു യസ്മഉ കലാമ സാഹിരിഹി. സന്ദർശിക്കുന്നവന്റെ സംസാരം കേൾക്കാൻ മരിച്ചവർക്ക് കഴിയുമോ? ഇബ്നു തൈമിയ്യയോട് ചോദ്യമാണ്. മറുപടി എന്താണ്? ദീർഘമായ മറുപടി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാം യസ്മഉൽ മയ്യിത്തു, മരിച്ചവർ കേൾക്കുന്നതാണ്. ആരാത് പറയുന്നത്? ഇബ്നു തൈമിയ്യ. ഞങ്ങളുടെ നേതാവല്ല, മദ്ഹബിന്റെ ഇമാമുകളെക്കാളും വലിയ നേതാവെന്ന് മുജാഹിദ് കൊട്ടിഘോഷിച്ച നേതാവാണ് ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ അതിന് തെളിവുകൾ നിരത്തി സമർപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നിട്ട് ഇബ്നു തൈമിയ്യ പറയുന്നു എന്താണ്? അപ്പൊ പിന്നെ സ്വാഭാവികമായ ഒരു സംശയമുണ്ട്. എന്താണ് സംശയം? ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറയുന്നില്ല, ഇബ്നു തൈമിയ്യ പറയുന്നു. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് പറഞ്ഞ ആയത്തിന്റെ വിശദീകരണവും വ്യാഖ്യാനവും ഇബ്നു തൈമിയ്യ തന്നെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അതിന്റെ അർത്ഥം മരിച്ചോൾ കേൾക്കൂല എന്നല്ല, പിന്നെന്താണ്? അനുസരിക്കൂല, അംഗീകരിക്കൂല എന്നാണ്. ഏതുപോലെ മരിച്ച കാഫിറുകളായ ആളുകൾ, വിശദമായി ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് സഹോദരന്മാരെ, മരണപ്പെട്ടുപോയ അൽ മുറാദു ബിഹി അൽ കാഫിറുൽ മയ്യിത്തുൽ ഖൽബി, ഹൃദയം മരിച്ചിട്ടുള്ള അവിശ്വാസികളാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ആ അവിശ്വാസി അവൻ അനുസരിക്കൂല എന്നാണ്, കേൾക്കൂല എന്ന് പറഞ്ഞത്. നമ്മൾ സാധാരണ പറയാറില്ലേ കുട്ടികളോട്, ഉസ്താദ് ശിഷ്യന്മാരോട് പറയും, എന്ത് ഞാൻ പറഞ്ഞത് നീ കേൾക്കണില്ല. എന്താ അതിന്റെ അർത്ഥം? ഇയാൾക്ക് കാതില്ലാന്ന അല്ല, ബാപ്പ മക്കളോട് ആണോ ഞാൻ നിങ്ങൾ ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ മറുപടി പറയുമ്പോൾ കേൾക്കുകയല്ല, പുതിയ ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് കാര്യമില്ല, പറയുന്ന മറുപടി ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരാളെങ്കിലും ഹിദായത്തിലേക്ക് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ബാപ്പ മക്കളോട് പറയും, എടാ എത്ര കാലമായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട് എന്നിട്ട് നീ കേട്ടിട്ടില്ല. നിന്റെ അർത്ഥം എന്താ? പാവം ആ ബാപ്പാന്റെ മകന് കാതില്ലാന്ന ഒരാളും അങ്ങനെ അർത്ഥം വെക്കൂല, അനുസരിക്കൂല. ഇതാണ് ഇതിന്റെ അർത്ഥം. ഞാൻ പറയല്ല, ഇബ്നു തൈമിയ്യ പറയുന്നു. മരിച്ച മയ്യത്ത് കേൾക്കുക തന്നെ ചെയ്യും. പിന്നെ ഇന്നക ലാ തുസ്മിഉൽ മൗത വമാ അൻത ബിമുസ്മിഉൽ മൻ ഫിൽ ഖുബൂർ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അനുസരിക്കൂല. കാഫിറായ മനുഷ്യന്മാർക്ക് ഇനി പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് മൂന്നിലാകാൻ കഴിയില്ല. ഇതാണ് ഇതിന്റെ അർത്ഥമെന്ന് ഇബ്നു തൈമിയ്യ ഇതിൽ പറയുന്നു. എന്തിനും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനെന്ന് മുജാഹിദ് കേന്ദ്രം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറഞ്ഞ വ്യക്തിയാണ് ഇബ്നുൽ ഖയ്യിം. ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബുർ റൂഹാനിൽ, കിതാബുർ റൂഹിൽ പറയുന്നത് എന്താ? മരിച്ച മയ്യത്ത് കേൾക്കും. കേൾക്കുന്നു മാത്രമല്ല, അതിനുള്ള തെളിവെന്താ? അദ്ദേഹം പറയുന്നു, മരിച്ചവർ കേൾക്കുമെന്നതിന് തെളിവല്ലേ മുമ്പ് മുതൽ ഇന്നോളം നടന്നു വരുന്ന ഒരു കർമ്മം. എന്താണത്? മിൻ തൽഖീനിൽ മയ്യിത്തി ഫീ ഖബരിഹി, ഖബറിലുള്ള മയ്യത്തിന് നമ്മൾ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായില്ലേ മയ്യത്ത് കേൾക്കുമെന്നതിന് തെളിവല്ലേ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം ചോദിക്കുക, ആരാ ഇബ്നുൽ ഖയ്യിം? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനാണെന്ന് മുജാഹിദുകൾ പറഞ്ഞ വ്യക്തിയാണ്. അയാൾ ചോദിക്കുന്നു, വലൗലാ അന്നഹു യസ്മഉ ദാലിക വയന്തഫഉ ബിഹി, ഈ മരിച്ച മയ്യത്ത് കേൾക്കുന്നില്ലെങ്കിൽ
ഖബറിലുള്ള മയ്യത്ത് കേൾക്കുന്നില്ലെങ്കിൽ ലം യകുൻ ഫീഹി ഫായിദത്തുൻ വകാന അബസ. നമ്മൾ എന്തിനാ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത്? അത് വെറുതെ ആവൂലേ? ഇയാൾക്കൊന്നും കേൾക്കാൻ കഴിയില്ല. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ തൽഖീൻ ചൊല്ലിക്കൊടുക്കുക, ഒരു കഥയും ഉണ്ടാവുകയില്ലല്ലോ, ഒരു ഫലവും ഉണ്ടാവുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ ഉറപ്പാണ് മയ്യത്ത് കേൾക്കാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ്സുകളായ നേതാക്കൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ ആയത്ത് പറഞ്ഞു തന്ന ജാഹിലായ മൗലവിമാരോ അവര് പറഞ്ഞത് മരിച്ചോല് കേൾക്കൂലെന്നുവാ. നമ്മളേതാ അംഗീകരിക്കേണ്ടത്? ഖുർആൻ പറയുന്നത് അംഗീകരിക്കണോ, അതല്ല മുജാഹിദിന്റെ കഥയില്ലാത്ത മൗലവിമാര് പറഞ്ഞത് അംഗീകരിക്കണോ? നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളൊക്കെ മൗലവിമാരുടെ മുഖത്തിന് കീഴിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിവരമില്ലാത്തവരാണവർ, ഖുർആൻ അറിയാത്തവരാണ്, ഹദീസ് അറിയാത്തവരാണ്. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഈ ആയത്ത് ഇറങ്ങിയത് ആരുടെ പേരിലാ? ഈ ആയത്ത് മാത്രമല്ല, സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് പിടിച്ചോളൂ. മുജാഹിദിന്റെ മാസ്റ്റർ പീസ് ദുർവ്യാഖ്യാനത്തിലുള്ള ആയത്താണത്. മരിച്ചോരെ വിളിച്ചാ കേൾക്കൂല. മുജാഹിദിന്റെ ദുർവ്യാഖ്യാനം. സാധുക്കളായ കഥയില്ലാത്ത മുജാഹിദുകൾ അതിലിങ്ങനെ സമ്മതോ, നമ്മളെ മൗലവി ഭയങ്കര വിവരസ്ഥൻ തന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ആയത്ത് ഇറങ്ങിയത് ആർക്കാ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ആരംഭ റസൂലുള്ളാഹി, സയ്യിദുൽ വജൂദ് ത്വഹ റസൂലുള്ളാഹി. ആ നബി തങ്ങൾക്കാണ് ആയത്തിറങ്ങുന്നത്. ആ നബി തങ്ങൾ പറയുന്നത് എന്താ? സ്വഹീഹുൽ ബുഖാരി എടുത്ത് പരിശോധിച്ചോളൂ. ആ സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അള്ളാന്റെ റസൂൽ പറയുന്നു, ഇദാ വുളിയൽ അബ്ദു ഫീ ഖബരിഹി, ഒരു മനുഷ്യൻ അവനവന്റെ ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ വതവല്ലാ അൻഹു വസ്വഹാബുഹു, അവന്റെ അനുയായികൾ അവനെ തൊട്ട് പിന്തിരിഞ്ഞു പോവുകയും ചെയ്താൽ ഇന്നഹു ലയസ്മഉ ഖർഅനിയാലിഹിം ഖാല റസൂലുള്ളാഹി. ആ മയ്യത്ത് ഖബറിൽ വെച്ച്, മൂടുകല്ല് വെച്ച്, മണ്ണ് വെച്ച്, മണ്ണിട്ട് മൂടി ഭൂമിയേക്കാൾ സമതലത്തിനേക്കാൾ ഒരു ചാണാക്ക് ഉയർത്തിയ ആ ഖബറിൽ കിടക്കുന്ന മയ്യത്തുണ്ടല്ലോ, ആ മയ്യത്ത് ഇന്നഹു, നിശ്ചയമായും ആ മയ്യത്ത്, ലയസ്മഉ, ആ മയ്യത്ത് കേൾക്കുക തന്നെ ചെയ്യും, ഖർഅനിയാലിഹിം, സംസ്കരണ പ്രക്രിയകൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരുടെ ചെരുപ്പിന്റെ ശബ്ദം ആ മയ്യത്ത് കേൾക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാന്റെ റസൂല് പറയുന്നത് ഇങ്ങനെയാണ്. ആ റസൂലിനാണ് ആയത്തിറങ്ങിയത്. ഏതായത്ത്? ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന ആയത്തിറങ്ങിയത്. ഇൻ തദഊഹും ലാ യസ്മഉ ദുആക്കും എന്ന ആയത്തിറങ്ങിയത്. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ എന്ന ആയത്തിറങ്ങിയത് ഈ റസൂലിനാണ്. ആ റസൂല് പറയുന്നത് എന്താ? മരിച്ചോല് കേൾക്കുന്നാണ്. വിവരമില്ലാത്ത മൗലവിമാർ, നിങ്ങളല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കിത് പഠിപ്പിച്ചെന്ന മൗലവിമാർ, ആ മൗലവിമാർ പറയുന്നതോ അവര് പറഞ്ഞത് മരിച്ചോല് കേൾക്കൂലെന്നുമാണ്. നമ്മൾ ഏത് സ്വീകരിക്കണം? റസൂല് പറഞ്ഞത് സ്വീകരിക്കണോ? ജാഹിലായ മൗലവിമാർ പറഞ്ഞത് സ്വീകരിക്കണോ? മുസ്ലിം സമുദായത്തിന്റെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്. പോകട്ടെ, മുജാഹിദിന്റെ പ്രാചീന നേതാക്കൾ പറഞ്ഞത് സ്വീകരിക്കണമോ? ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് സ്വീകരിക്കണമോ? ഇബ്നു തൈമിയ്യ പറഞ്ഞത് സ്വീകരിക്കണമോ? അതല്ല ഇന്നത്തെ വിവരമില്ലാത്ത മുജാഹിദ് മൗലവിമാർ സ്വീകരിക്കണമോ? ഈ ചോദ്യം മുജാഹിദുകളോടാണ്, മുസ്ലിങ്ങളോടല്ല. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ മരിച്ചവർ കേൾക്കൂല എന്ന ഒരു ധാരണ, അത് മിഥ്യാധാരണയാണ്, വിവരമില്ലാത്തതാണ്. അത് ഇസ്ലാമിനെ കുറിച്ച് പാണ്ഡിത്യമില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. നിങ്ങളെ നന്നായി പഠിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചോളൂ. അത് പറഞ്ഞതായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാല്, ഉസ്താദിനോട് ചോദിച്ച ചോദ്യം തന്നെ, അതിനാണ് ഉസ്താദ് ഉത്തരം തരേണ്ടത്. ഞാൻ ചോദിച്ച ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ ചോദിച്ച ചോദ്യം ഇടക്കൊന്ന് പറയട്ടെ. നിങ്ങളിപ്പോ ഞാൻ ചോദിക്കാത്തതിനെ മറുപടി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് നുണയാണ്. മോത്തൊക്കെ നുണ പറയുന്നത് നല്ല ബന്ധമുണ്ട്. കാരണം നിങ്ങൾ പറഞ്ഞു അതിന്റെ അടിയിൽ. ഇങ്ങനെയാണെങ്കിൽ ഉസ്താദ് മരിച്ചോട് കേൾക്കൂലെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അതിന് മറുപടി പറയേണ്ടിയിരുന്ന ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞു. ഇവിടെ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ഖുർആന്റെ നേർക്ക് നേരെ പദം എടുത്തിട്ടല്ലേ ഉസ്താദ് പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറഞ്ഞത് എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഖുർആനിൽ മരിച്ചവർ കേൾക്കും എന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതില്ലാന്ന് പറയരുത്. ഇത് നിങ്ങൾ അടുത്ത ചോദ്യം വേറെ ചോദിക്കോളൂ, എനിക്ക് ഒരു കുഴപ്പമില്ല, അത് ഞാൻ ഉത്തരം നൽകും. പക്ഷെ നിങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന് പറയരുത്. അത് നമ്മളെ ഒരു വിഡ്ഢിയാക്കുന്ന പരിപാടിയാണ്. നമ്മൾ നേർക്കുനേരെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയരുത്. അത് നമ്മൾ സുഖകരമായ ചർച്ചയ്ക്ക് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഖുർത്തുബി എന്ത് വ്യാഖ്യാനമായി നൽകിയത് ബഹുമാനപ്പെട്ട പണ്ഡിതൻ ഒന്ന് ഞാൻ പറയാം. ഇതേക്കുറിച്ച് വളരെ നല്ല പ്രസക്തമായ ചോദ്യമാണ്.
അല്ല അത് ആയത്ത് ഫുള്ളൊന്നും നമുക്ക് ഓതാൻ കിട്ടില്ല, അത് ഉറപ്പന്നല്ലേ. അപ്പൊ അതുപോലെ ബുദ്ധിമുട്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മളുള്ളത് പറയാം. സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ വാക്യമാണ്. എന്താണ് അതിൽ പറയുന്നത്? അത്രേ അവർക്കും അത് അറിയുള്ളൂ, കാരണം അത്രയല്ലേ അറിയേണ്ടതുള്ളൂ. അതിലെന്താണുള്ളത്? ഇൻ തദ്ഉഹും, അവരെ നിങ്ങൾ വിളിച്ചാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളെ വിളി അവർ കേൾക്കൂല. അവര് പറഞ്ഞ ആര് അത് പറയാറില്ല. അവർ വിളിച്ചാൽ. അപ്പൊ ഈ ആയത്ത് ഓതി അർത്ഥം വെക്കുന്ന മൗലവി ഏത് നാട്ടിലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അതിന്റെ പരിസരത്ത് വല്ല ഔലിയാക്കളുണ്ടെങ്കിൽ ഓലെ ആ ഔലിയാക്കളിലേക്ക് ലമീറാണ് മടക്കനാണ്. ഞങ്ങളെ മലപ്പുറത്ത് നോക്കിയിട്ട് ചിന്തതും അവരെ വിളിച്ചാൽ അർത്ഥം വെക്കെന്താ? മമ്പുറത്തെ തങ്ങളെ വിളിച്ചാൽ, പുത്തമ്പള്ളിയിലെ ശേഖനെ വിളിച്ചാൽ ലമീറായിട്ട് മടക്കന്നെ അങ്ങട്ട്. ഇതൊക്കെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നതാ. അത് ബിസ്മിൻ ചൊല്ലി അവിടെ വെക്കുക, വേറെ ഒരു പരിഹാരമില്ല. അതിന് ഞങ്ങൾക്ക് പറയാനുള്ളതാ. അതിന്റെ ആയത്തിന്റെ വിശദീകരണം എന്താ? എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞത് കാണാൻ കഴിയും. ഇൻ തദ്ഉഹും, അവരെ നിങ്ങൾ വിളിച്ചാൽ, അയൽ ആലിഹത്തല്ലതി തഅ്ബുദൂനഹാ മിൻ ദൂനില്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? അതായത് അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ ആരാധിക്കുന്ന, ഇബാദത്തെടുക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, ഇലാഹുകളുണ്ടല്ലോ, ആ ഇലാഹുകളെ നിങ്ങൾ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, ആ ദൈവങ്ങൾക്ക് വിളിച്ചാൽ വിളി കേൾക്കാൻ കഴിയില്ല, ഉത്തരം ചെയ്യാൻ കഴിയില്ല. അത് ശിർക്കാണ്, അത് കുഫ്റാണ്. അതിലാർക്കും തർക്കമില്ല. ഇതിലാർക്കപ്പ തർക്കമുള്ളത്? ഞങ്ങളാരെങ്കിലും പറഞ്ഞോ ഇവിടെ അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ വിളിക്കണം, അവർ വിളിച്ചാൽ സഹായിക്കും, ഉത്തരം ചെയ്യും, അത് വലിയ പുണ്യകർമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഈ ആയത്ത് ഞങ്ങൾക്ക് എതിരിൽ ഓതേണ്ടതുള്ളൂ? ഇത് അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞതാണ്. സഹോദരന്മാരെ, ഇനി ഖുർത്തുബിയിലുള്ള എന്താ? അതാണ് സഹോദരൻ ചോദിച്ചത്. ഞാൻ അതിന് മറുപടി പറയാ. വയജൂസു അൻ യർജിഅൽ ദമീറു ഇലൽ മഅബൂദീന. അതാ ഞാൻ ഉത്തരം പറയുമ്പോൾ ഇവിടെ കഴിച്ചിട്ട് എന്നിട്ട് തന്നെ പറയാം. മറ്റേ ഞാൻ പറയലൊന്ന് വേറെ നിങ്ങൾ കേട്ടോന്ന് പറയാൻ പറ്റും. അങ്ങോട്ട് നോക്കണം. മറ്റേ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വേറെ വർത്താനം പറഞ്ഞാൽ പിന്നെ ചോദിക്കുക, നിങ്ങളെ ഞാൻ മറുപടി ഞാൻ വേറെ വഴിക്ക് നോക്കട്ടെ എന്ന്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. പറയുന്ന കാര്യം ശ്രദ്ധിക്കുമ്പോഴല്ലേ. ഇനി അതിൽ നിന്ന് വേറെ ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണ്ടേ? നിങ്ങൾ ഇപ്പൊ വെച്ചിട്ട് ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ട. നിങ്ങൾ ശ്രദ്ധിക്കണം. അയാൾ മറുപടി പറയും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ മറ്റേ മൂപ്പർക്ക് അത് ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ ഒരു അസഹ്യം. അയാൾ മനസ്സിലാക്കുമെന്ന് പേടിയുള്ളത് കൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് പറ്റൂല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, അല്ലാതെ പറ്റൂല. നിങ്ങൾ ഏത് സംശയം ചോദിച്ചോ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ മറുപടി പറയും. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഞങ്ങൾ വലിയ ആലിമികളൊന്നുമല്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്. എന്താ? കേരളത്തിലെ മുജാഹിദിന്റെ തലതൊട്ടപ്പന്മാർ, അവരുടെ സാക്ഷാൽ നേതാവ് എ.പി. അബ്ദുൽ ഖാദർ മൗലവി ആവട്ടെ, സി.പി. ഉമർ സുല്ലമി ആവട്ടെ, ഏത് രണ്ട് ഗ്രൂപ്പിന്റെ നേതാക്കന്മാരടക്കമുള്ള നേതാക്കൾ ഇവിടെ വന്ന് ചോദിച്ചാലും അവരുടെ ചോദ്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയുന്ന ഉറപ്പാണ്. യാതൊരു സംശയമില്ല. അത് ഞങ്ങൾക്ക് വിവരമുണ്ടായതുകൊണ്ടല്ല, മുജാഹിദുകൾക്ക് ഒരു വിവരമില്ലാത്തതുകൊണ്ടാണ്. അതിനോട് മനസ്സിലാക്കാം. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറയാം. എന്താണ് ഈ ആയത്ത് ഓതിക്കൊണ്ട് മുജാഹിദുകൾ സാധാരണ മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കുന്നുണ്ട്? ഞാൻ പറയാം. അള്ളാന്റെ ഖുർആൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഈ ആയത്തിൽ വിശദീകരിക്കുന്നത് എന്താ? വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ഖുർആനിൽ സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ വചനം അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി പറയുന്നു. ആ ഖുർത്തുബി പറയുന്നത് എന്താ ചോദ്യം? അപ്പൊ എന്താ ഖുർത്തുബിയിലുള്ള വ്യാഖ്യാനത്തിൽ എന്തോ ഞങ്ങൾക്കൊരു പിടുത്തുണ്ട് എന്നുള്ളിടത്താണ് ഇപ്പൊ മുജാഹിദിന്റെ കണ്ടുപിടുത്തം. സാധുക്കളെ മൗലവിമാര് പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഞാൻ അതിന്റെ അടിവേരറുക്കാൻ പോവുകയാണ്. ആ ഇബാറത്ത് ഞാൻ വായിക്കുന്നു. നിങ്ങൾക്ക് ചോദിക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. ഇമാം ഖുർത്തുബി പറയുന്നു എന്ന വമീർ മടങ്ങിയേക്കാം. എങ്ങോട്ട്? ഇനൽ മഅബൂദീന, ദൈവങ്ങളിലേക്ക് മടങ്ങാം. ആരാധ്യ വസ്തുക്കൾ, അവരിലേക്ക് വമീർ മടങ്ങാൻ പറ്റും. മിമ്മായഖിലു, അഖിലുള്ള ദൈവങ്ങളിലേക്ക് മടങ്ങാം. ഏതുപോലെ? കൽ മലായികത്തി വൽ ജിന്നി വൽ അംബിയാഇ വശയാത്തീൻ, പിശാചുക്കൾ, അംബിയാക്കൾ, ജിന്നുകൾ, മലായികത്തുകൾ, അവരെയൊക്കെ ആരാധിച്ചിരുന്നു, മഅബൂദുകളായിരുന്നു. അങ്ങനെ ആരാധിക്കപ്പെട്ടിരുന്ന ജിന്നുകൾ, ആ ജിന്നുകളെ വിളിച്ചാൽ അത് ശിർക്കാണ്, ഖുർആൻ പറയുന്നു. അതുപോലെ തന്നെ ആരാധിക്കപ്പെട്ടിരുന്ന മലക്കുകളുണ്ട്, മലക്കുകളെ വിളിച്ചാൽ ആരാധ്യ വസ്തുക്കൾ, ഇലൽ മഅബൂദീന, ആരാധ്യ വസ്തുക്കളാണ് എന്ന നിലയ്ക്ക് അവരെ വിളിച്ചിരുന്നവരുണ്ട്. നമുക്കറിയില്ലേ, ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ്.
അൽ മലായികത്തു ബനാത്തുല്ലാഹ്, മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പെൺകുട്ടികളാകുന്നു എന്ന് വിശ്വസിച്ചിരുന്ന മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. സഹീഹുൽ ബുഖാരി എടുത്ത് പരിശോധിച്ചാൽ കാണാം, ഇന്നല്ലാഹ ഖതബ ഇലാ സാദാത്തിൽ ജിന്നി, അല്ലാഹു തആല ജിന്നുകളിലുള്ള പ്രമുഖരായ ആളുകളുമായി കല്യാണം പറഞ്ഞു, പെൺകെട്ട് പറഞ്ഞു. എന്നിട്ടോ വസവ്വജൂഹു മിൻ സറബാത്തി ബനാതിഹിം, അവരുടെ മക്കളിൽ നിന്ന് സുമുഖികളായ പെൺകുട്ടികളെ ഈ ജിന്നുകൾ അള്ളാഹുവിന് കല്യാണം കഴിച്ചു കൊടുത്തു എന്നാണ് സഹീഹുൽ ബുഖാരി പറയാണ്. എന്നിട്ട് അതിലുണ്ടായ മക്കളാണ് ആര്? മലക്കുകൾ. അൽ മലായികത്തു ബനാത്തുല്ലാഹ് എന്ന് വിശ്വസിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസ ഖുർആൻ പറയുന്നത് അള്ളാഹുവിന്റെ പുത്രിമാരാണ് മലക്കുകൾ എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് തേടിയിരുന്നവരുണ്ട്. ആ തേട്ടവും ശിർക്കാണ്, ഈ ആയത്തിന്റെ പരിധിയിൽപ്പെടും. നമുക്ക് തർക്കമില്ല. മാത്രമല്ല വൽ അംബിയായി, അംബിയാക്കൾ ആരാധ്യ വസ്തുക്കളാണ് എന്ന് പറഞ്ഞ് അവരെ വിശ്വസിച്ച് വിളിച്ചിരുന്ന ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വഖാലത്തുൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, ജൂതന്മാര് പറഞ്ഞത് ഉസൈർ ദൈവപുത്രനാണ്. വഖാലത്തുൻ നസ്വാറാ അൽ മസീഹ് ഇബ്നുല്ലാഹ്, ക്രിസ്ത്യാനികൾ പറഞ്ഞതോ മസീഹ് യേശു ദൈവപുത്രനാകുന്നു എന്ന് വിശ്വസിച്ച് വിളിച്ചിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ വിളിയും ഈ ആയത്തിൽ ഉൾപ്പെട്ടത് തന്നെ, അതും ശിർക്ക് തന്നെയാകുന്നു. എന്താ അതിന് തർക്കമുള്ളത്? ഞങ്ങൾക്ക് ആർക്കാ തർക്കമുള്ളത്? ഇമാം ഖുർത്തുബി പറഞ്ഞു അങ്ങനെയാണ്. ഖുർത്തുബിയുടെ 14-ാം വാല്യം 215-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തർക്കമില്ല. മുജാഹിദുകൾ അവിടെ മറച്ചുവെക്കുന്ന ഒരു പദം എന്റെ പ്രിയപ്പെട്ട ചോദ്യകർത്താവ് ചിന്തിച്ചു കാണില്ല. എന്താ? ഇബാദത്തെടുക്കപ്പെടുന്ന വസ്തുക്കൾ, അതാണ് അർത്ഥം. ആ ഇബാദത്തെടുക്കപ്പെടുന്ന മലക്കുകൾ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ജിന്നുകൾ ആരാധ്യ വസ്തുക്കളാണ്. അതുപോലെ തന്നെ അമ്പിയാക്കൾ, പിശാചുക്കൾ, അവരൊക്കെ ആരാധ്യ വസ്തുക്കളാണെന്ന് വിശ്വസിച്ച് ചെയ്യുന്ന ആളുകൾ, അവരെക്കുറിച്ചും ഈ ആയത്തിൽ പരാമർശമുണ്ട്. ഞങ്ങൾക്ക് തർക്കമില്ലല്ലോ. ക്രിസ്ത്യാനികൾ ചെയ്യുന്ന, ജൂതന്മാർ ചെയ്യുന്ന പ്രവർത്തനം ഈ ആയത്തിന്റെ പരിധിയിൽപ്പെടും. ആർക്കാ സംശയമുള്ളത്? അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂല് അബ്ദുഹു വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂൽ അടിമയാകുന്നു. റസൂലുള്ളാഹി തങ്ങൾ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരംഭ റസൂലിനെ വിളിക്കുന്നത് ഈ ആയത്തിന്റെ പരിധിയിലെന്നല്ല, പരിശുദ്ധ ഖുർആനിലെ 6000-ൽ ചില്ലാനം വരുന്ന ആയത്തുകളിൽ ഏതെങ്കിലും ഒരു ആയത്തിന്റെ പരിധിയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്നവർക്ക് കോടികളാണ് ഞങ്ങൾ ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോടികളാണ്. പരിശുദ്ധ ഖുർആനിൽ പോകട്ടെ, ഖുർആനിന്റെ ആധികാരിക വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലെ തഫ്സീറുകളിലെ ഒരൊറ്റ തഫ്സീറിൽ കാണിക്കാൻ കഴിയോ? കഴിയില്ല സഹോദരന്മാരെ. പ്രാമാണികമായ തഫ്സീറിൽ കാണിക്കാൻ കഴിയില്ല. ഇബ്നു തൈമിയ്യയും ശിങ്കിടികളും എഴുതിയത് ഞങ്ങൾക്ക് ആവശ്യമില്ല. പ്രാമാണികരായ തഫ്സീറുകളിൽ ഇല്ല. ഈ ഇന്ന ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ആരംഭ റസൂലിനെ വിളിക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞ ഒരൊറ്റ തഫ്സീർ ഇല്ല. കാണിക്കാൻ കഴിയില്ല. അള്ളാന്റെ ഖുർആൻ ഓതുമ്പോ നിങ്ങൾക്കറിയോ, നമുക്ക് തോന്നിയതുപോലെ അർത്ഥം വെക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നില്ല, സക്കരിയ സലാഹി പറയുമെന്ന് വെച്ചുകൊടുത്ത സക്കരിയ സലാഹി പറയുന്നത് എന്താ? ഖുർആൻ ഓതുമ്പോ നമുക്ക് തോന്നിയതുപോലെ വെക്കാൻ പാടില്ല. പിന്നെ എന്ത് വേണം? അയാൾ പറയുന്നു 13 നൂറ്റാണ്ട് കാലത്തെ മഹിതമായ പാരമ്പര്യം നോക്കണം, അതിന് സുന്നത്തിന്റെ ഇമാമുകൾ പറഞ്ഞത് നോക്കണം, മുഫസ്സിറുകൾ പഠിപ്പിച്ചതാണ് പറയേണ്ടത്, അല്ലാതെ സ്വന്തം വക പറയാൻ പറ്റില്ല. മടവൂർ ഗ്രൂപ്പുമായുള്ള ഗണ്ണന മണ്ഡലത്തിൽ മുജാഹിദുകളുടെ ഏറ്റവും വലിയ കുപ്രസിദ്ധനായ ഒരു മൗലവിയാണ് സക്കരിയ സലാഹി. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഖബർ ശരീഫിന് മുകളിലുള്ള ആ പച്ച കുബ്ബ അടിച്ചു പൊളിച്ച് നിരപ്പാക്കണമെന്ന് ലോകത്താദ്യമായി പറഞ്ഞ വൃത്തികെട്ട നാവിന്റെ ഉടമ കെ സക്കരിയ സലാഹി എന്ന മൗലവി മടവൂർ ഗ്രൂപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നതെന്ന് കേട്ടോളൂ. നിങ്ങൾ വെച്ചുകൊടുക്കും. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ഖുർആനിനെതിരല്ലേ? ഈ ഖുർആനിനെതിരാണെന്ന് അഹ്ലുസുന്നത്തിലെ പണ്ഡിതന്മാർക്കൊന്നും മനസ്സിലായില്ല. 13 നൂറ്റാണ്ട് കഴിഞ്ഞുപോയ ഈ സമുദായത്തിലെ ഇമാമുകൾക്കോ മുഹദ്ദിസുകൾക്കോ ഫുഖഹാക്കൾക്കോ ഒന്നും ഖുർആനിനെതിരെ മനസ്സിലായത്. ഇവർക്ക് മാത്രമേ 4 മുർത്തത്തിയർക്കപ്പോൾ ഖുർആൻ മനസ്സിലായത്. ഞങ്ങളും ചോദിക്കുന്നതാണ്. ഇയാളോട് മാത്രമല്ല, മടവൂരികളോട് മാത്രമല്ല, 2 ഗ്രൂപ്പിനോടും ഞങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ 4 മുർച്ചുറ്റികൾക്ക് മാത്രമാണോ ഖുർആൻ തിരിഞ്ഞത്? 13 നൂറ്റാണ്ട് കാലം ജീവിച്ച ഇമാമുകൾ, അവർക്കൊന്നും ഇത് മനസ്സിലായില്ലേ? സക്കരിയ ചോദിക്കുന്നു, ഞാൻ പറയുന്നില്ല. അയാൾ പറയുന്നത് കേട്ടോളൂ.
അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടേതോ അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾ ചോദിക്കുന്നതാ, അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ 13 നൂറ്റാണ്ടുകാലം അനുവർത്തിച്ചുവെന്ന ആശയം ഈ വിഷയത്തിലേതോ അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് പറയാൻ കേരളത്തിലെ മുജാഹിദുകൾക്ക് കഴിയോ? കേരളത്തിന് പുറത്തുള്ള മുജാഹിദുകൾക്ക് കഴിയോ? കഴിയില്ല. എന്താ കാരണമെന്നറിയാമോ സഹോദരന്മാരെ? അവരൊക്കെ പഠിപ്പിച്ച തൗഹീദ്, മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ഈ തൗഹീദാണ്. അതായത് മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടാമെന്നാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരൊറ്റ സംഭവം ഞാൻ പറയട്ടെ. സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവ് ഇമാം ബുഖാരി തങ്ങൾ തർക്കമില്ലാത്ത പണ്ഡിതനാണ്. സുന്നികൾക്ക് തർക്കമില്ല, മുജാഹിദുകൾക്ക് തർക്കമില്ല. ആ സ്വഹീഹുൽ ബുഖാരിയിൽ 18 തവണ ഹദീസ് ഉദ്ധരിച്ച ഇമാം, സ്വഹീഹ് മുസ്ലിമിൽ 32 തവണ ഹദീസ് ഉദ്ധരിച്ച ഇമാം ആരാണ്? ഹിജ്റ 30 ജീവിച്ച പണ്ഡിതൻ അല്ലാമ ഇമാം മുഹമ്മദ് ബിനുൽ മുൻകദിർ തങ്ങൾ. നിങ്ങൾ ഓർക്കണം, ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദ് ഇമാം മാലിക് തങ്ങളുടെ ഉസ്താദാണ് ഇമാം ഇബ്നുൽ മുൻകദിർ. ഹിജ്റ 30 ജീവിച്ചവർ, 1400 വർഷം മുമ്പ് ജീവിച്ച പണ്ഡിതൻ, മദീനത്തെ പള്ളിയിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ, അവിടെ മുദരിസായിട്ടുള്ളവർ. മഹാനവറുകളുടെ ചരിത്രം നിങ്ങൾ കേട്ടോളൂ, ഞാൻ പറയുന്നില്ല. എന്താ കാന ഇബ്നുൽ മുൻകദിർ? ഇമാം ഇബ്നുൽ മുൻകദിർ ആയിരുന്നു യജിലിസുമായ സ്വഹാബിഹി, തന്റെ അനുയായികളോടുകൂടെ ശിഷ്യഗണങ്ങളോടുകൂടെ ഇരിക്കുന്നു. ഇരുന്ന് ദർസ് നടത്തുമ്പോ ഫകാന യുസീബുഹു സുമാത്തുൻ, അദ്ദേഹം അല്പസമയം മൗനിയാവുകയാണ്. അദ്ദേഹത്തിന് മാനസികമായ അസ്വസ്ഥത വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫകാന യഖൂമു കമാ ഹുവ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ മുൻകദിർ ആ സ്ഥലത്ത് നിന്ന് മാനസികമായ വിഷമമുണ്ടാകുമ്പോ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. എന്നിട്ട് പോകുന്നത് എങ്ങോട്ടാ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെ അരികിലേക്ക് പോകുന്നു. അവിടെ കുറെ സമയം ചെലവഴിക്കുന്നു. പിന്നെ തിരിച്ചു വീണ്ടും ഇൽമിന്റെ ഈ മജ്ലിസിലേക്ക് കടന്നു വരുന്നു. അത് സംബന്ധമായി ശിഷ്യഗണങ്ങൾ ചോദിച്ചപ്പോൾ ഫഖാല, ഇമാം ഇബ്നുൽ മുൻകദിർ പറയുന്നു, ഇന്നഹു എനിക്ക് പ്രയാസം പിടികൂടുന്നു, മാനസികമായ വിഷമങ്ങൾ എന്നെ പിടികൂടുന്നു. ഫൈദാവജത്തുലാനിക്കാം, ആ പ്രയാസങ്ങൾ എന്നെ പിടികൂടിയാലോ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണ്? ആരംഭ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ ചെന്ന് ആ ഖബറിനോട് സഹായം ചോദിക്കുന്നു. ഇത് പറയുന്നത് ആരാ? ഹിജ്റ 30 ജീവിച്ച 100 കണക്കിന് സ്വഹാബികളെ നേരിൽ കണ്ട മഹാൻ ഇമാം ഇബ്നുൽ മുൻകദിർ. ഖുർആൻ അറിയാത്തവരല്ല, മുജാഹിദുകൾ ഓതുന്ന ഇൻതദൂഹും എന്ന ആയത്ത് കാണാത്തവരല്ല, ഖുൽ ഇന്നമാ അദൂ റബ്ബി പഠിക്കാത്തവരല്ല, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദൂ മഅല്ലാഹി അഹദ എന്ന ആയത്ത് അറിയാത്തവരല്ല. അതൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഈ സമുദായത്തിന് വ്യക്തമായ ദിശാബോധം നൽകുകയും ചെയ്ത മഹാപണ്ഡിതൻ, സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവ് ഇമാം ബുഖാരിയുടെ ഉസ്താദ്, ഇമാം മുസ്ലിമിന്റെ ഉസ്താദായിട്ടുള്ള മഹാൻ ഇബ്നുൽ മുൻകദിർ തങ്ങൾ ചെയ്യുന്നതെന്താ? വിഷമമുണ്ടാകുമ്പോ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്കൽ ചെന്ന് നബി തങ്ങളോട് ഖബറിനോട് സഹായം ചോദിക്കുന്നു. ശിർക്കാണോ സഹോദരന്മാരെ ഇത്? ഇന്നമാ വലിയക്കുമെന്ന ആയത്ത് കാണാത്തവരാണോ ഇവർ? ഇന്നമാ അദൂ റബ്ബി എന്ന ആയത്ത് അറിയാത്തവരാണോ ഇവർ? നമ്മൾ ചിന്തിക്കണം, മുജാഹിദ് പഠിപ്പിക്കുന്ന ഈ തൗഹീദ് മുസ്ലിം സമുദായത്തിന് പരിചയമില്ല. മുജാഹിദുകൾ പറയുന്നത് ശിർക്കാണ്, അത് കുഫറാണ് എന്ന്. ശരി, അത് കുഫറാണെങ്കിൽ ഇബ്നുൽ മുൻകദിർ മുശ്രിക്കാണെങ്കിൽ മുജാഹിദ് രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്തിനും ഏതിനും അവർക്ക് തെളിവെന്താ? ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്നാണ്. ഈ ബുഖാരി മുജാഹിദുകൾക്ക് സ്വീകരിക്കാൻ കഴിയോ? കാരണം ഈ റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കലിൽ ചെന്ന് റസൂലിനെ വിളിച്ച് സഹായം തേടിയ, മുജാഹിദിന്റെ ഭാഷയിൽ പ്രാർത്ഥിച്ച ഇമാം ഇബ്നുൽ മുൻകദിറിൽ നിന്ന് 18 തവണയാണ് ഇമാം ബുഖാരി ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. 18 തവണ. ഞാൻ ചോദിച്ചോട്ടെ സഹോദരന്മാരെ, ഈ വ്യക്തിയിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ച സ്വഹീഹുൽ ബുഖാരിയെ, ഇമാം ബുഖാരിയുടെ സ്വഹീഹ് മുജാഹിദുകൾക്ക് സ്വീകരിക്കാൻ കഴിയോ? ചിന്തിക്കേണ്ടതല്ലേ? 32 തവണ ഹദീസ് ഉദ്ധരിച്ചവരാണ് ഇമാം മുസ്ലിം. ഈ ഇബ്നുൽ മുൻകദിർ ആരംഭ റസൂലിന്റെ ജാറത്തിങ്കൽ ചെന്ന് സഹായം ചോദിച്ചത് ശിർക്കാണെങ്കിൽ, അതുവരെ മുശ്രിക്കാണെങ്കിൽ സ്വഹീഹ് മുസ്ലിം മുജാഹിദുകൾക്ക് അംഗീകരിക്കാൻ കഴിയോ? മുശ്രിക്കിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ച
ഇമാം മുസ്ലിമിനെ മുജാഹിദ് എങ്ങനെ ഉദ്ധരിക്കും, എങ്ങനെ പിന്തുണക്കും, എങ്ങനെ അംഗീകരിക്കും? നിങ്ങളിത് ചിന്തിക്കണം സഹോദരന്മാരെ. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് എന്താണ്? ഇങ്ങനെ ജാറത്തിങ്കൽ പോകുന്നവൻ, അവിടെ വെച്ച് സഹായം തേടുന്നവൻ മുശ്രിക്കാകുന്നു, ജൂതനാകുന്നു, ക്രിസ്ത്യാനിയാകുന്നു. മഹാദല്ല, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ജാറങ്ങളിലേക്ക് പോകുന്നവൻ അത് ഇസ്ലാമിക സംസ്കാരമല്ല, അത് ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്, അവൻ മുശ്രിക്കാണ്. പറയുന്നത് ഞാനല്ല, മുജാഹിദിന്റെ മാസികയാണ്. സഹോദരന്മാരെ, എങ്കിൽ ഇമാമിന്റെ മുമ്പ് ഒരു മുശ്രിക്കായോ കാഫിറായോ? നൂറുകണക്കിന് ഇമാമുകൾ എനിക്ക് പരിചയപ്പെടുത്താൻ കഴിയും. മുഖാമുഖമായതുകൊണ്ട് മറുപടി നീണ്ടുപോകുമെന്ന ഭീതി കൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. നിങ്ങൾക്കറിയോ ഇത് ഉദ്ധരിക്കുന്നതാരാ? ഞങ്ങളുടെ ഇമാമുകളല്ല. മുജാഹിദിന് ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് ഹാഫിദുൽ സഹബിയാണ്. തന്റെ സിയർ അഅ്ലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഈ മുജാഹിദ് ഓതുന്ന ഇന്തദുഹും ലാ യസ്മഉ ദുആക്കും എന്ന ആയത്തൊക്കെ കണ്ട ഇമാമുകൾ അവരാരും പറഞ്ഞിട്ടില്ല അല്ലാഹുവിന്റെ റസൂലിനോട് സഹായം തേടൽ ശിർക്കാണ്, കുഫറാണ്. ഇല്ല, മുസ്ലിം ലോകത്തങ്ങനെ ഒരു തർക്കമില്ല. അവർക്കാർക്കും പരിചയമില്ല. ഖുർആനും സുന്നത്തും ലക്ഷക്കണക്കായ ഹദീസുകളും പാണ്ഡിത്യമുള്ള മഹായിമാക്കൾ അവരാരും ഇങ്ങനെ മുജാഹിദ് പഠിപ്പിക്കുന്ന തൗഹീദ്, ഇവരുടെ ഒരു ശിർക്ക് ഇല്ല, ലോകത്ത് പഠിപ്പിച്ചിട്ടില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ചോദ്യം വളരെ പ്രസക്തമായതുകൊണ്ടാണ് മറുപടി അല്പം നീണ്ടത്. ഇനി അങ്ങനെ നീളും എന്ന് കരുതേണ്ട. ചോദ്യോത്തരങ്ങൾ തുടരുന്നു. ചോദിക്കാനുള്ളത്, സുന്നി പണ്ഡിതനായ ഫാറൂഖ് നഈമി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, സമീപകാലത്ത് ജീവിച്ചിരുന്ന ഒരു മഹാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് പോയി സലാം പറയുകയും അതിന് പ്രവാചകൻ സലാം അടക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ആ മഹാൻ പ്രവാചകന്റെ ഖബറിന്റെ അടുത്ത് പോയി സലാം പറഞ്ഞപ്പോൾ പ്രവാചകൻ അതിന് മടക്കിയില്ല. അപ്പൊ ഈ വ്യക്തി പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂല് എന്തുകൊണ്ടാണ് സലാം മടക്കാത്തത് എന്ന് ചോദിച്ച ആ മഹാന്റെ ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞ മറുപടി, നീ ടിവിയിലൂടെ അന്യ പെണ്ണിനെ കണ്ടില്ലേടാ എന്നായിരുന്നു ചോദിച്ച മറുപടി. അപ്പോൾ ആ മഹാൻ വീണ്ടും പറയുകയാണ്, പ്രവാചകനെ ഞാൻ വാർത്ത കേട്ടപ്പോൾ അറിയാതെ കണ്ടുപോയതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇനി ആവർത്തിക്കില്ലെങ്കിൽ നിന്നോടുള്ള പിണക്കം മാറിപ്പോയി എന്ന് ഫാറൂഖ് നഈമി പറഞ്ഞ ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് തെളിവാണ് ഉദ്ധരിക്കാനുള്ളത്? അസ്സലാമു അലൈക്കും. ഓക്കെ, നല്ല ചോദ്യമാണ്. ഫാറൂഖ് നഈമി പ്രസംഗിച്ച ആ ഭാഗം ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അല്ല, നിങ്ങളെ കണ്ടാവും. നിങ്ങൾ പറഞ്ഞ കളവാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാകുന്നതിന് ഒരു തകരാറും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിന് പ്രാമാണികമായി ഒരു തകരാറും ഇല്ല. ഞാൻ കേട്ടില്ല. പറഞ്ഞു കേട്ട തുടങ്ങട്ടെ, നിങ്ങൾ പറയല്ലേ. ആദ്യം വിഷയം പറഞ്ഞിട്ടല്ലേ തെളിവ്. ആദ്യം മധുരൂർ പറഞ്ഞ ദലീലൊക്കെ ഇങ്ങനെ പറയാൻ പോവല്ലേ. തെളിവെന്താണ് എന്നാ മുജാഹിദ് ചോദിക്കുന്നത്. ഞാൻ പറയാ, അതായത് ആരംഭ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ അരികിൽ പോയി പറയുമ്പോൾ റസൂല് മറുപടി പറയുന്നു, നമ്മളത് കേൾക്കുന്നു, തിരിച്ചു വീണ്ടും പറയുന്നു. ഇങ്ങനെയൊക്കെ പറയാമോ? റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിൽ നിന്ന് ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുമോ? അങ്ങോട്ട് പറയുന്നത് കേൾക്കുമോ? റസൂൽ അതിന് പ്രത്യുത്തരം നൽകുന്നത് അറിയുമോ? ഉണ്ടാകുമോ? അതിനെന്താണ് തെളിവ്? തെളിവ് ഞാൻ പറയണ്ട. മുജാഹിദുകളുടെ ആചാര്യൻ ഇബ്നു തൈമിയ്യയുടെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമാണ് ഞാൻ പറയുന്നത്. ആരാ ഇബ്നു തൈമിയ്യ? നിങ്ങൾ മറക്കരുത്. ഇബ്നു തൈമിയ്യ എന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അങ്ങേ തലക്കുള്ള ആളാണ്. ഞാൻ പറയല്ല, സക്കരിയ സലാഹി പറഞ്ഞ് ഞാൻ കൽപ്പിച്ചേരാ. ഇബ്നു തൈമിയ്യ എന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സലഫി പ്രസ്ഥാനത്തിന്റെ അങ്ങേ തലയിലുള്ള ആളാണില്ല. വിചിന്തനം പറഞ്ഞത് നിങ്ങൾ മറക്കും വേണ്ട. വിചിന്തനത്തിൽ പറഞ്ഞത് എന്താണ്? വിചിന്തനം പറഞ്ഞത് ഇബ്നു തൈമിയ്യ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ ശരിയല്ല എന്ന് പറയുന്നതിന് സമാനമാണ്. അപ്പൊ ഇബ്നു തൈമിയ്യ എന്ത് പറഞ്ഞാലും ഖുർആന്റെ അത്ര കിടപിടിക്കുന്ന സംഗതിയാ, ചില്ലറ വിഷയമൊന്നുമല്ല. സക്കരിയ സലാഹി പറയുന്നത് കേട്ടു. സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ? അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസിറുദ്ദീൻ അൽബാനി വരെ, കേരളത്തിലുണ്ടായിരുന്ന KM മൗലവി മുതൽ KP മുഹമ്മദ് വലി ഉമർ വലി വരെ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ? അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസിറുദ്ദീൻ അൽബാനി വരെ. അങ്ങേ തല മുതൽ അതാരാ? ഇബ്നു തൈമിയ്യ. നിങ്ങൾ നോക്കണം, സലഫി പ്രസ്ഥാനം എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അങ്ങേ തല എന്ന ഇബ്നു തൈമിയ്യ എന്ന അങ്ങേ തല ജീവിച്ചതെന്നറിയോ? 728 ഈ അങ്ങേ തലയുടെ ആള് ജീവിച്ചു മരിച്ചു. അത് എത്ര? 728. അതായത് റസൂൽ ഉത്തമ നൂറ്റാണ്ട് എന്ന് പറഞ്ഞ 3 നൂറ്റാണ്ട് കഴിഞ്ഞ് പിന്നെ ഒരു 3 നൂറ്റാണ്ടും കഴിഞ്ഞിട്ട് വന്ന ആളാണ് ആര്? ഇബ്നു തൈമിയ്യ. ഇതാണിപ്പോ മുജാഹിദിന്റെ അങ്ങേ തല. തലന്റെ കോലം അത്, പിന്നെ വാലിന്റെ കോലം പറയേണ്ടതുണ്ടാവോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്.
എന്ന് ഹിജറ 728 ഇയാൾ അന്തരിക്കുന്നത് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയാണ് ഇവരുടെ അങ്ങേ തല. ആ അങ്ങേ തല പറയുന്നത് കേട്ടോളൂ, ഞാൻ പറഞ്ഞുതരാം. എന്താ അദ്ദേഹം വിശദീകരിച്ചു പറയുന്നു? ബാബി മറ്റൊരു കാര്യങ്ങൾ വിശദീകരിച്ചു പറയാ. മായുർവ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവം എന്താ? മിൻ അന്ന ഖൗമൻ ഒരു വിഭാഗം ആളുകൾ, ഒരാൾ ഒറ്റക്കല്ല ഒരുപാട് ആളുകൾ, സെമിഉ അവരൊക്കെ കേട്ടു, റദ്ദ സലാമി സലാം മടക്കുന്നത് കേട്ടു, മിൻ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭ റസൂലിന്റെ ഖബറിനോട് അങ്ങോട്ട് സലാം പറഞ്ഞപ്പോ റസൂൽ ഇങ്ങോട്ട് മറുപടി പറഞ്ഞത് അവർ കേൾക്കുകയുണ്ടായി. ഒരാളല്ല ഒരുപാട് ആളുകൾ. ആരാ പറയുന്നത്? ഇബ്നു തൈമിയ. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഔ ഖുബൂരി ഗൈരിഹി മിന സ്വാലിഹീൻ, അല്ലെങ്കിൽ ഇതല്ലാത്ത മറ്റു സ്വാലിഹീങ്ങളായ ആളുകൾ, റസൂലുള്ളാഹി തങ്ങളല്ലാത്ത സ്വാലിഹുകളായ ആളുകളുടെ ഖബറിനോട് ഖബറിൽ ചെന്ന് സലാം പറഞ്ഞപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ആ സ്വാലിഹീങ്ങൾ ഇങ്ങോട്ട് മറുപടി പറഞ്ഞത് പോയ ആളുകൾ കേട്ട ഒരുപാട് സംഭവമുണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു തൈമിയ പറയുന്നു വഅന്ന സഈദ് ബിനുൽ മുസയ്യബ്, സഈദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു ആരാണ്? താബിഈകളുടെ നേതാവാണ്, വയോവൃദ്ധരായ വലിയ നേതാവായിരുന്നു. കാന യസ്മഉൽ അദാനഹ, അദ്ദേഹം ബാങ്ക് കേൾക്കാറുണ്ട്. മിനൽ ഖബരി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിൽ നിന്ന് ബാങ്ക് കേൾക്കാറുണ്ട്. എപ്പോ? എന്ന് ലയാലിയൽ ഹർറ, മദീനയിൽ ഹർറത്ത് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സന്ദർഭത്തിൽ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ ആരുമില്ല. ആ മദീനത്തെ പള്ളിയിൽ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു മാത്രമേ ഉള്ളൂ. ബാങ്ക് കൊടുക്കേണ്ട സമയം എപ്പോഴാണെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല. ആ സന്ദർഭത്തിൽ ആരംഭ റസൂലിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കാന യസ്മഉൽ അദാന, പുറത്തുള്ള സഈദ് ഇബ്നുൽ മുസയ്യബ് ബാങ്ക് കേട്ടിരുന്നു. പറയുന്നതാരാ? ഫാറൂഖ് നഈമിയല്ല, മുജാഹിദുകളുടെ ഇച്ഛാച്ച ആശയ സ്രോതസ് ഇബ്നു തൈമിയയാണ് പറയുന്നത്. മുജാഹിദുകൾക്ക് എന്ത് പറയാനുണ്ട്? ഇതൊന്നല്ല, ഒരുപാട് സംഭവങ്ങൾ ഇദ്ദേഹം തന്നെ ഒരു വിശദീകരിച്ചു പറയുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ കസീറൻ ഒരുപാട് സംഭവിക്കും. ലിമൻ ഹുവ ദൂനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നായിക്കോളുന്നില്ല, റസൂലിനേക്കാളും താഴെയുള്ള ആളുകൾ, മഹാത്മാക്കൾ, ഔലിയാക്കൾ, അവരുടെ ഖബറിൽ നിന്നും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു തൈമിയ പറയുന്നു വഅരിഫു മിൻ ഹാദിഹിൽ വഖാഇ, ഇതുപോലുള്ള സംഭവങ്ങളിൽ നിന്ന് എനിക്കറിയാം കസീറൻ ഒരുപാട് സംഭവങ്ങൾ എനിക്കു തന്നെ അറിയാം. പറയുന്നതാരാ? മുജാഹിദുകളുടെ നേതാവ് ഇബ്നു തൈമിയ. ആശയ സ്രോതസ്സാണെന്ന് മാത്രമല്ല സലഫി പ്രസ്ഥാനത്തിന്റെ അങ്ങേ തലയാണെന്ന് പറഞ്ഞ ആ ഇബ്നു തൈമിയയാണ് പറയുന്നത്. ഫാറൂഖ് നഈമിയല്ല, ഞങ്ങൾ ഏതെങ്കിലും സഖാഫിമാരല്ല, ഞങ്ങൾ സമസ്തയുടെ പണ്ഡിതരല്ല. മുജാഹിദുകളുടെ ആശയ സ്രോതസ് ഇബ്നു തൈമിയ രേഖപ്പെടുത്തി വെക്കുന്നു. നിഷേധിക്കാൻ കഴിയോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ പ്രാചീന മുജാഹിദുകളെങ്കിലും പഠിക്കണം. പ്രാചീന മുജാഹിദുകൾ പഠിപ്പിച്ചതെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളണം. അതൊക്കെ കൈയൊഴിഞ്ഞ് ഇന്നത്തെ വിവരമില്ലാത്ത മൗലവിമാർ നൽകുന്ന ദുർവ്യാഖ്യാനങ്ങൾ, അവരുടെ ക്ഷീണിച്ച മസ്തിഷ്കത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദുഷിച്ച ദ്രവിച്ച ആശയങ്ങൾ, അത് ഇസ്ലാമായി കൊണ്ടു നടക്കുന്ന സാധുജനങ്ങളെ ആ മൗലവിമാരുടെ മുഖത്തിന്റെ കീഴിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെന്നാണ് ഞങ്ങൾ കേരളത്തിൽ നടത്തുന്ന 500 ആദർശ സമ്മേളനങ്ങളിൽ കേരള ജനതയുടെ മുമ്പിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നിങ്ങൾക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. എന്റെ പേര് മുജീബ് എന്നാണ്. എന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരുപാട് സ്വഹാബിവര്യന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ മരണപ്പെട്ട് പോയ സ്വഹാബിവര്യന്മാരുടെ ഖബർ കെട്ടിപ്പൊക്കുകയും അവിടെ ഉറൂസ്, ആണ്ട് നേർച്ച, കൊടികുത്ത് നേർച്ച എന്നിവ നടത്തുകയും ചെയ്ത ഹദീസ് പറയാം. ഒരു തെളിവാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കിട്ടേണ്ടതൊക്കെ കിട്ടി, മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കി, അൽഹംദുലില്ലാഹ് കുറച്ച് അച്ചടക്കവും അനുസരണയുമുള്ള മുജാഹിദ് ടീമാണെന്ന് തോന്നുന്നു. മറുപടി കേൾക്കുന്നതിൽ അവർ സംതൃപ്തരാണ്. വിമർശനങ്ങൾക്ക് സൗകര്യം കൊടുക്കുന്നതിൽ അവർ സംതൃപ്തരാണ്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തുറന്ന് സമ്മതിക്കുന്നില്ലെങ്കിലും ഇന്ന് രാത്രി ഉറങ്ങും മുമ്പ് നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് കിട്ടിയ മറുപടി സത്യസന്ധമാണെങ്കിൽ ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തുടരേണ്ടതുണ്ടോ, അതല്ല സുന്നി പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വരേണ്ടതുണ്ടോ? നിങ്ങൾ സ്വതസിദ്ധമായി ചിന്തിക്കുക.
എന്നിട്ട് നിങ്ങൾക്ക് ആത്മീയമായ അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി എന്തായിരിക്കുമെന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും തിരിയും. നിങ്ങളെ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ മറുപടി പൂർണ്ണമല്ലെങ്കിൽ ഇനിയും വെളുപ്പാങ്കാലം വരെ നിങ്ങൾക്ക് ചോദിക്കാം. ആധികാരികമായ ചോദ്യം, ബുദ്ധിപരവും തെളിവുപരവും പ്രമാണപരവുമായ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. ഇരിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾ ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ, സഹാബത്തിന് ഖബർ കെട്ടിപ്പൊട്ടിയിട്ടുണ്ടോ, ഉറൂസുണ്ടോ, ആണ്ട് നിറച്ചുണ്ടോ എന്നൊക്കെയാണ്. എല്ലാം വ്യക്തമായ തെളിവുകൾ കൊണ്ട് പരിശുദ്ധ ഇസ്ലാം നിരത്തി നിവർത്തിയ വിഷയങ്ങളാണ് നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. നിങ്ങളുടെ മൗലവിമാർ ഏത് കിതാബ് ഓതിയാണ് പാണ്ഡിത്യം കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾക്കറിയില്ല. കാരണം എല്ലാ കിതാബിലും ആവർത്തിച്ച് പറയുന്ന വിഷയങ്ങളാണ് ഈ വിഷയം. എന്നിട്ട് പോലും നിങ്ങളത് പിന്നെ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? നിങ്ങളുടെ മൗലവിമാർ എന്തുകൊണ്ട് ഇത് പറഞ്ഞു തരുന്നില്ല? ഇതെന്തുകൊണ്ട് അവർ മറച്ചു വെക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ചോദിച്ചത് സഹാബത്തിന്റെയോ മറ്റോ ഖബറുകൾ കെട്ടിപ്പൊക്കിയതുണ്ടോ എന്നാണ്. നിങ്ങൾ ചിന്തിക്കുക, ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഈ ഹദീസ്. ഈ ഹദീസിൽ കാണാൻ കഴിയും, നഹ്നു ശുബ്ബാൻ ഫീ സമനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഇന്ന അസദ്ദനാ വസ്ബതൻ അല്ലദീ യസിബു ഖബർ ഉസ്മാൻ ഇബ്നു മദ്ഊൻ. ഞങ്ങൾ ഒരു പറ്റം ചെറുപ്പക്കാരാണ്. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കായിക ബലത്തെക്കുറിച്ചും ഞങ്ങളുടെ ആവേശത്തെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർച്ചയിൽ കുതിച്ച് ചാടാൻ പ്രാപ്തരായ ആൾ ആരാ എന്ന് നിങ്ങൾ പരിശോധിക്കുന്നത് ബഹുമാനപ്പെട്ട അന്ന് ഉയർച്ചയിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്. ആ ഖബറിന്റെ അത്രയും പൊക്കത്തിൽ ചാടാൻ കഴിയുന്ന ആള് ആ എണ്ണാണ് ഞങ്ങൾ ചാട്ടത്തിന് നല്ല കുതിപ്പുള്ള ആളാണെന്ന് മനസ്സിലാക്കുന്നത്. ആ ഖബറോളം പൊക്കത്തിൽ ചാടി ബന്ധപ്പെടാൻ അറിയുന്ന ആള് എന്ന നിലയ്ക്കാണ്. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ മാത്രമല്ല, ജന്നത്തുൽ ബഖീഅയിൽ ഒരുപാട് ഖബറുകൾ കെട്ടിപ്പൊക്കിയത് നിങ്ങളിപ്പോൾ കാണാ കാഴ്ചകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. കിട്ടാത്തവരിഞ്ഞ് വാങ്ങിക്കുകയും ചെയ്യണം. അതുപോലെ ഒരുപാട് കിതാബുകളിൽ ജന്നത്തുൽ ബഖീഅന്റെ പൂർവ്വകാലത്ത് സഹാബത്തിന്റെ ഖബറുകൾ കെട്ടിപ്പൊക്കിയിരുന്ന ഫോട്ടോ അടക്കം ഞങ്ങളുടെ കരങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഈ 2-3 നൂറ്റാണ്ടുകൾക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു സഊദുമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു അഫിലിയേഷൻ നടത്തുകയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുവാൻ ഇബ്നു സഊദ് വാക്ക് നൽകുകയും അങ്ങനെ സഊദി ഭരണകൂടം ഈ പ്രവർത്തനത്തിന് വേണ്ടി എഗ്രിമെന്റ് ചെയ്യുകയും ചെയ്തതിന്റെ പിന്നിലാണ് ഖബറുകൾ അടിച്ചു നിരത്തുകയും അതൊക്കെ തട്ടി നിരത്തുകയും അത്തരത്തിലുള്ള പരിപാടികളെല്ലാം അവസാനിപ്പിക്കുകയും ചെയ്തത്. ചുരുക്കത്തിൽ സഹാബാ കിറാമിന്റെയും അതുപോലെ താബിഈങ്ങളുടെയും ഒക്കെ ഖബറുകൾ, സുപ്രധാനമായ ഖബറുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അത് ആദരിക്കപ്പെടേണ്ട ആളുകളുടെ ആദരവിന്റെ ഖദറനുസരിച്ച് ഖബറുകൾ കെട്ടിപ്പൊക്കുകയും കുബ്ബ കെട്ടുകയും ഒക്കെ ചെയ്യുന്നത് അനുഗുണമാണെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. പിന്നെ ഉറൂസ് പോലെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാ കിറാമിന്റെ ഖബർ സിയാറത്തുകൾ എല്ലാ ദിവസവും നിബിതങ്ങൾ ചെയ്യുന്നതിന്റെ പുറമെ വർഷം തികയുമ്പോൾ നിബിതങ്ങൾ പ്രത്യേകം ഒരു ഖബർ സിയാറത്ത്, ആണ്ട് സിയാറത്ത് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നു. അത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒക്കെ അത് തുടരുകയും ചെയ്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഖബർ കെട്ടിപ്പൊക്കുക, അത് ആണ്ട് നേർച്ചയായിട്ട് ഖബർ സിയാറത്ത് സംഘടിപ്പിക്കുക, അത്തരം കാര്യങ്ങളുമായി ജനങ്ങളെ സഹവസിപ്പിക്കുക, ബന്ധപ്പെടുത്തുക, ഇങ്ങനെ സാലിഹീങ്ങളുമായി ആളുകളെ അടുപ്പിക്കുക, ഇതെല്ലാം യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ മുത്തഖീങ്ങളാകണമെങ്കിൽ നിങ്ങൾ സാലിഹീങ്ങളുമായി ബന്ധം വർദ്ധിപ്പിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആയത്തിന്റെ വിശദീകരണത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സാലിഹീങ്ങളുടെ ഖബറിൽ ബന്ധപ്പെടുകയും അത് ആണ്ടിലൊരിക്കൽ പ്രത്യേകമായി ബന്ധപ്പെടുകയും അങ്ങനെ ബന്ധപ്പെടുന്ന സമയത്ത് അന്നദാനങ്ങളും മൊത്തമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും എപ്പോഴും പ്രാതിനിധ്യം നൽകുകയും ചെയ്യുന്ന കാര്യമാണ് ഭക്ഷണ വിതരണം നൽകുക. അത് മുജാഹിദിന് ഭയങ്കര അലർജിയാണ്. വിതരണം നൽകണമെന്ന് പറയാൻ ഭയങ്കര അലർജിയാണ്. നടക്കുന്നിടത്ത് പോയി വാങ്ങുന്നതിന് യാതൊരു അലർജി അവർക്കില്ല. പന്നി മാംസത്തെക്കാൾ നികൃഷ്ടമാണ് നേർച്ച ഭക്ഷണം എന്നിവരെ എഴുതിവിട്ട കൂസറില്ലാത്ത, തെളിവില്ലാത്ത, പ്രമാണമില്ലാത്ത, പേ പറയുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് ഈ സാധുക്കളെ അവർ വഞ്ചിച്ചു നിർത്തിയിരിക്കുകയാണ്. സമുദായം നാം മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ആമ പോലെയുള്ള
ഭക്ഷണ വിതരണ കാര്യങ്ങൾക്ക് ഉന്നതമായ പ്രോത്സാഹനം നൽകുകയും ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകൾ കെട്ടിപ്പൊക്കുകയും അതിന് പ്രാധാന്യം നൽകുകയും ചെയ്തത് സ്വഹാബത്തിന്റെയും മറ്റും കാലഘട്ടം മുതൽ തന്നെ ഇന്നും നിലനിന്നു വരുന്ന സദാചാരമാണ്. നേരത്തെ സക്കരിയ സലാഹി പറഞ്ഞതുപോലെ ഈ കാലം അത്രയും പ്രവർത്തിച്ച സ്വാലിഹീങ്ങളും ആരിഫ്യങ്ങളും ഒക്കെ വിമർശിക്കാത്തത് ഇവരെന്തുകൊണ്ട് വിമർശിക്കുന്നു? നമുക്കും ചോദിക്കാം. ഇമാം ശാഫിഈ റളിയല്ലാഹുവിന്റെ ഖബർ ഉന്നതമായി കെട്ടിപ്പൊക്കുകയും അനുഗ്രഹീതമാകുന്ന മഖ്ബറ അതിന്റെ ആദരവിന് പര്യാപ്തമായ രൂപത്തിൽ അലങ്കരിക്കുകയും ചെയ്തത് ഇമാം നബി റളിയല്ലാഹുവിനെ കാണുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രശംസനീയമായി ശറഹുൽ മുഹദ്ദിബിന്റെ മുഖദ്ദിമയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇമാം നബവിക്ക് തെറ്റല്ല എന്ന് മനസ്സിലായ ശാഫിഈ ഇമാമിന്റെ മുഹിബ്ബീങ്ങൾക്ക് തെറ്റല്ല എന്ന് മനസ്സിലായ കാര്യങ്ങൾ ഇവർക്ക് തെറ്റാണെന്ന് മനസ്സിലായി പോയതിന് സമുദായം ഉത്തരവാദിയല്ല. സത്യസന്ധമാകുന്ന റിക്കാർഡുകളും പ്രമാണങ്ങളും വെച്ച് കിതാബുകൾ നോക്കി കാര്യം ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് സൽവൃത്തരാകുന്ന ആളുടെ പാന്താവിലേക്ക് വരികയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യാം. ഇത് മാത്രമാണ് ഇവിടെ മാർഗം, ഇത് മാത്രമാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനം